السلام السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. أعوذ بالله من الشيطان الرجيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. അൽഹംദുലില്ലാ, നമ്മള് ഹൃദയശുദ്ധീകരണത്തിന്റെ 40ാമത്തെ എപ്പിസോഡിലാണ്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. നമ്മൾ 2022 നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ഹൃദയശുദ്ധീകരണമാണ്. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം അതങ്ങനെ പെട്ടെന്നൊന്നും നിർത്താൻ പറ്റുന്ന സാധനമല്ല അല്ലെ. നമ്മളൊരു സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വീണ്ടും പൊടി പിടിച്ചുകൊണ്ടേയിരിക്കും. പലതരത്തിലുള്ള പൊടികളും കറകളും വന്നുകൊണ്ടേയിരിക്കും അല്ലെ. അൽഹംദുലില്ലാഹ്. അപ്പം ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖദറായിരിക്കും, തീരുമാനമായിരിക്കും ഇതിനെങ്ങനെ നീട്ടി കൊണ്ടുപോവുക എന്നുള്ളത്. കാരണം നമ്മൾ ആ സമയത്ത് അത് ഓരോ ആഴ്ചയിലും എടുത്ത് തീർക്കാന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയ ഒരു സംഭവമാണ്. പക്ഷെ അൽഹംദുലില്ലാഹ് ഓരോ സ്റ്റേജിലും അത് കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ അത് വർക്ക് ആവാറുണ്ട്. എനിക്കും നിങ്ങൾക്കും വർക്ക് ആവുന്ന തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏകദേശം 475 പേജുള്ള ഒരു ബുക്കാണ്. ഞാൻ വായിക്കാൻ വേണ്ടി എടുത്ത ഒരു ബുക്കായിരുന്നു അത്. അപ്പൊ ഞാനത് ഒന്ന് വായിച്ച് കുറച്ച് അടിയിൽ വരയിട്ട് അങ്ങ് തീർത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്റെ ഹൃദയത്തിന് പോലും ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റൂലായിരുന്നു. അതുപോലെ ഓരോരുത്തർക്കും അൽഹംദുലില്ലാഹ് അള്ളാഹു അങ്ങനെ തോന്നിച്ചതിനും അങ്ങനെ ചെയ്യാൻ പറ്റിയതിനും ഒക്കെ. അപ്പം ഇന്ന് നമ്മൾ ഹൃദയശുദ്ധീകരണത്തിൽ എടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഹൃദയത്തിനു വേണ്ടി നോമ്പ് നോൽക്കുക. മുമ്പ് കഴിഞ്ഞ വർഷമോ അതിനു മുമ്പത്തെ വർഷമോ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഹൃദയം കൊണ്ട് നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഹൃദയത്തിനു വേണ്ടി നോമ്പെടുക്കുക എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന്. അതായത് ഈ പുസ്തകത്തിൽ തന്നെ അടുത്ത ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് വേറെ ഒരു ചെറിയ അജണ്ടയും കൂടെ ഉണ്ട്. ഈ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ റമളാനിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ I4C ആപ്പിൽ ഒക്കെ, അപ്പം അതും ഉണ്ടാവും ഈ ഹൃദയത്തിന് വേണ്ടിയുള്ള നോമ്പ് കഴിഞ്ഞിട്ട്. അപ്പം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ക്വിറ്റ് ചെയ്ത് പോവാതിരിക്കുക എല്ലാവരും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം ഹൃദയത്തിനു വേണ്ടി ഉള്ള നോമ്പ് നമുക്ക് നോക്കാം. എന്താണ്, ഏത് ഹദീസാണ് അതിനകത്ത് എടുത്തിരിക്കുന്നത്? ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത, അൽബാനി സഹീഹാക്കിയ ഒരു ഹദീസ്. അതിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നുണ്ട്: സൗമു ഷഹ്രി സ്വബരി വസലാസതു അയ്യാമിൻ മിൻ കുല്ലി ഷഹ്രിൻ യുദ്ഹിബ്ന വഹറസ്വദർ. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷമയുടെ അതായത് സബറിന്റെ മാസം എന്ന് പറയുന്നത് റമളാൻ അല്ലെ. സബറിന്റെ മാസം നോമ്പ് നോൽക്കലും പിന്നെ 3 ദിവസങ്ങൾ, മാസത്തിൽ 3 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കലും. അത് എന്താക്കുന്ന പറഞ്ഞത്? മിൻകുല്ലി യുദ്ഹിബിന് വഹറസ്വദർ. സ്വദറിനെ, ഹൃദയത്തിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന, അതായത് മലിനീകരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കളയാൻ വേണ്ടി, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പം എവിടെയാണ് നമ്മൾ ഹൃദയത്തിന് വേണ്ടി നോമ്പെടുക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അതായത് ഹൃദയത്തിലെ നമ്മളിപ്പം ഒരു വീട് ആകെ കൂടെ ഡേർട്ടി ആയി കഴിഞ്ഞാൽ ക്ലീനിങ് എന്തിനാ ചെയ്യുന്നത്? വീടിന് വേണ്ടി അല്ലെ. വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ആ ക്ലീനിങ് നടത്തുന്നത്. അതേപോലെ ഹൃദയത്തിൽ കുറെ കണ്ടാമിനൻസ്, കുറെ വൃത്തികേടുകൾ, അശുദ്ധികൾ നമ്മളെ ഹൃദയത്തിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോമ്പ് നോക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻഷാ അല്ലാഹ്. അപ്പം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഐഡിയ എന്താണ്? നോമ്പെടുക്കുക എന്ന് പറയുന്നത് അല്ലെ. അപ്പം നമസ്കാരം പോലെ തന്നെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്ത് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. നോമ്പിന്റെ കാര്യമാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് അന അജ്സി ബിഹി അല്ലെ, ഞാൻ അവർക്ക് പ്രതിഫലം കൊടുക്കും. അപ്പൊ ഒരുപാട് പ്രതിഫലത്തിനുള്ള വകുപ്പാണ്. പിന്നെ റമളാനിൽ ചെയ്യുന്ന പല കാര്യങ്ങളും പ്രതിഫലത്തിനുള്ള വകുപ്പുകളാണ്. അപ്പം അതാണ് നമ്മളുടെ മെയിൻ. അതായത് നമ്മളെ ബോഡി കൊണ്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസസ്, അത് ഖിയാമാണെങ്കിലും അല്ലെ, നാവ് കൊണ്ടുള്ള ഖിറാത്തുകളാണെങ്കിലും, ഇതുപോലെ പട്ടിണി കിടന്നിട്ടുള്ള നോമ്പെടുക്കലാണെങ്കിലും, ഇതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് പ്രതിഫലം ഉണ്ട് അള്ളാന്റെ അടുത്ത്. അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുന്ന അല്ലെ, മെജോറിറ്റി അതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ മാനസികമായിട്ടുള്ള തയ്യാറെടുക്കലാണെങ്കിലും ഈവൻ ശാരീരികമായിട്ടുള്ള തയ്യാറെടുക്കലാണെങ്കിലും ഈ ഒരു സംഭവങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ്. ഓക്കെ,
ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ പ്ലാൻ ചെയ്യും. പലരും മുമ്പുള്ള വർഷങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ടൊക്കെ അല്ലെ എഴുതിയൊക്കെ വെച്ച് ഈ പ്രാവശ്യം അത് ചെയ്യണം. അങ്ങനെ നമ്മൾ പ്ലാനിങ് ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. അൽഹംദുലില്ലാഹ്. ഇല്ലാത്തവരാണെങ്കിൽ ചെയ്യണം കേട്ടോ. അതൊന്നും ചെയ്യാതിരിക്കുക ചെയ്തത്. കാരണം അത്രയും വലിയൊരു സീസണാണ് ഈ വരുന്നത്. നഷ്ടപ്പെടുത്തരുത് ഈ ഒരു ഓഫർ. പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ശരിക്കുള്ള ആ ഒരു എന്താ പറയാ എക്സാക്ട്ലി നമുക്ക് ഈ റംസാൻ കൊണ്ട് എന്താണ് കിട്ടുന്നത് എന്ന് ചിന്തിക്കാതെയാണ് പലപ്പോഴും നമ്മൾ പ്രതിഫലം എന്നുള്ള ആസ്പെക്റ്റിൽ ശരിക്കും അല്ലെ, അത് നമ്മൾ മരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് ചെല്ലുമ്പോൾ യൗമുൽ ഖിയാമയിൽ നമുക്ക് ഖനം തോന്നുന്ന പ്രതിഫലം എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ, നമ്മൾ ഭയങ്കര ഭാവി ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. പറഞ്ഞ യൗമുൽ ഖിയാമയെ കുറിച്ച് നമുക്ക് അധികം ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇതൊന്നും ആവൂലായിരുന്നു. അത് വേറെ കാര്യം. പക്ഷെ നോമ്പിന് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് മാത്രം ആലോചിച്ചിട്ട് ഒരുപാട് പ്രതിഫലങ്ങൾ ഉണ്ടാക്കുന്ന ചിന്തയാണ് നമുക്ക് അല്ലെ. പക്ഷേ ഈ നോമ്പെന്ന് പറയുന്നത് ഇപ്പം ഈ മൊമെന്റിൽ നമുക്ക് കൊണ്ടുവരേണ്ട കുറേ ചേഞ്ചസ് ഉണ്ട്. ഈ മൊമെന്റിൽ നമുക്ക് ഉണ്ടാക്കേണ്ട കുറേ ബെനിഫിറ്റുകൾ, നമ്മള് ജീവിതത്തിന് വരുത്തേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? കുറേ ഒന്നും ചിന്തിക്കാറില്ല അല്ലെ. അത് തന്നെയാണ് അതിന്റെ സത്യം. ഈവൻ മന്ത്ലി നോമ്പെടുക്കുന്ന ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഇടയിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച കുറെ പേരുണ്ട്. വളരെ റെഗുലർ ആയിട്ട് എല്ലാ മാസമുള്ള തിങ്കൾ വ്യാഴം നോമ്പുകളാണെങ്കിലും അയ്യാമുൽ ബീദിന്റെ നോമ്പുകളാണെങ്കിലും ഒക്കെ റെഗുലർ ആയിട്ട് അത് എടുക്കുന്ന, സുബ്ഹാനല്ലാഹ്. സത്യം പറയണെങ്കിൽ ഞാനിപ്പോഴും എവിടെ എത്തിയിട്ടില്ല ആ കാര്യത്തില്. സ്ട്രഗ്ലിംഗ് ആണ്. അപ്പം അൽഹംദുലില്ലാഹ് അള്ളാഹ് അങ്ങനെ ബ്ലെസ് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ അതും പലപ്പോഴും ഒരു ബോഡീന്റെ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ശരീരത്തിന് പട്ടിണി കിടക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് പ്രവൃത്തിയിലും പോകാറുണ്ടോ, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബെനിഫിറ്റിലും, അല്ലെങ്കിൽ അത് നമ്മൾ എന്തിനെടുക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ ആ ഒരു നോമ്പ് പ്രതിഫലത്തിന് അല്ലെ. മാസത്തിൽ 3 നോമ്പെടുത്തു കഴിഞ്ഞാൽ 30 നോമ്പിന്റെ പ്രതിഫലമാണ്. സോ ഒരു കൊല്ലത്തിന് നോമ്പെടുത്ത പ്രതിഫലമാണ് അല്ലെ. പ്രതിഫലം എന്നുള്ളതിനപ്പുറത്ത് അതിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമുള്ള ഒരു ചേഞ്ച് അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ആവശ്യമുള്ളപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങും. അതുപോലെ നമ്മൾ ഹൃദയത്തിന് ആവശ്യമുള്ള എന്തോ ഒരു സാധനം ഉണ്ട്, ഒരു ക്ലീനിങ് അപ്പ്. അതിനു വേണ്ടി ആ നോമ്പുകൾ എടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്? എടുക്കുന്നവർക്കൊക്കെയും അൽഹംദുലില്ലാഹ് പ്രതിഫലം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒട്ടും നഷ്ടപ്പെടുത്താതെ ആ പ്രതിഫലങ്ങൾ തരട്ടെ. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും റീപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, നേടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നഷ്ടപ്പെടുത്തണ്ട. ഓക്കെ. കാരണം ആ ഒരു നോമ്പുകളൊക്കെ ഇപ്പം അയ്യാമുൽ ബീദിന്റെ നോമ്പുകളൊക്കെ, അല്ലെങ്കിൽ ഈവൻ തിങ്കൾ വ്യാഴമുള്ള നോമ്പുകൾ നമ്മൾ ശരിയായ സെൻസിൽ ബെനിഫിറ്റ് ചെയ്തിരുന്നെങ്കിൽ, നമുക്ക് പ്രയോജനം കിട്ടിയിരുന്നെങ്കിൽ, ഇന്ന് ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ആവില്ലായിരുന്നു. അത് കഴിഞ്ഞ റമളാനിന് ശേഷം 10-11 മാസത്തോളം അല്ലെ, ഓരോ മാസവും ഏറ്റവും ചുരുങ്ങിയത് 3 നോമ്പെങ്കിലും സുന്നത്ത് നോമ്പുകൾ എടുത്തത്, അതിൻ്റെതായ ഒരു പ്രയോജനം നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കൂലായിരുന്നു. പിന്നെ ഞാൻ ഈ അവസ്ഥ എന്ന് പറയാനുള്ള ഒരു കാരണം, കുറെ ആളുകളിൽ നിന്ന് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും അല്ലാണ്ടും ഒക്കെ കിട്ടി. വല്ലാത്തൊരവസ്ഥയിലാണ് ഹൃദയം. ഞാൻ എന്റേത് ഉൾപ്പെടെ പറയണം, വല്ലാത്തൊരവസ്ഥയിലാണ് ഹൃദയം അല്ലെ. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കൈകൊണ്ടും കാലുകൊണ്ടും അല്ലെ. കുറെ തിലാവത്ത് നടത്തുന്നുണ്ട്, കുറെ നിസ്കരിക്കുന്നുണ്ട്, ഇവൻ നോമ്പുകൾ നോൽക്കുന്നുണ്ട്. പക്ഷെ എവിടെയും ഹൃദയം ഇല്ല. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ വർഷം അത്രയും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അല്ലെ. ഈ ഓരോ കാര്യത്തെക്കുറിച്ചും കൂടുതൽ അറിയാനും മെച്ചപ്പെടുത്താനും, ഇബാദത്ത് മെച്ചപ്പെടുത്താനും, നമസ്കാരം മെച്ചപ്പെടുത്താനും, ഖുർആനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ, നോമ്പ് മെച്ചപ്പെടുത്താൻ അല്ലെ. ഇത്രയും ഈ ഒരു വർഷം, ഒരു പക്ഷേ നമ്മൾ ഓരോരുത്തരെയും ജീവിതം എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം വരെയുള്ള സമയത്തിനെ അപേക്ഷിച്ച് അങ്ങനെ ഓരോ വർഷവും അല്ലെ, ഈ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ ആയിട്ടും ഈ അവസാനത്തെ ഈ ഒരു മൊമെന്റിൽ വരുമ്പോൾ, റമദാൻ ഇവിടെ അടുത്ത് വരുമ്പം ഫീലിംഗ് സ്ക്രൂഡ് അപ്പ് അല്ലെ. ഞാൻ എന്താ ചെയ്തത്? എന്താ എന്റെ ഹൃദയത്തിന് ഒരു മാറ്റം ഇല്ലാത്തത്? എന്റെ ഹൃദയം എന്താ എവിടെ നിസ്കാരങ്ങളിലൊന്നും ഇല്ലാത്തത് അല്ലെ? എന്റെ മനസ്സിപ്പോഴും ഇബ്ലീസിന്റെ അടിമത്തത്തിലാണല്ലോ. എന്നെ ഒന്നിനും കൊള്ളൂല റബ്ബേ. എന്താ എനിക്ക് ആ ഒരു മാറ്റം വരാത്തത് അല്ലെ. ആ ഒരു കംപ്ലൈന്റ് കുറെ ആളുകളിൽ നിന്ന് കേട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് വളരെ കോമൺ ആയിട്ടുള്ള അല്ലെ, വളരെ കുറച്ച് ആൾക്കാർ അള്ളാഹു സുബ്ഹാനഹു വ തആല സേവ് ചെയ്തിട്ടുണ്ടാവും. അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തട്ടെ. എന്നാൽ ഒരുപാട് ആളുകൾ ഈ ഒരു സമയത്ത് വളരെയധികം ഈ ഒരു സംഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ഓക്കെ. അപ്പം ഒരു കാര്യം മനസ്സിൽ വെക്കണം, അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണല്ലോ, എന്നാ പിന്നെ കുഴപ്പമില്ല എന്നുള്ളതല്ല. ഈ ഒരു സംഭവത്തിൽ ഇബ്ലീസിന്റെ പ്ലോട്ടും കൂടെ ഉണ്ട്.
ഓക്കെ, ഇബ്ലീസിന്റെ ചതിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് ശരിക്കും ഉണർന്നിരിക്കുക, പ്ലാനിങ് വേണം. റമദാനിലേക്ക് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന ഇബാദത്തുകൾക്കാണെങ്കിൽ പോലും പ്ലാനിങ് വേണം. ഇന്ന ഇന്ന കാര്യങ്ങൾ ഇത്ര ഇത്ര ചെയ്യും, ഇത്ര ഇന്ന സമയത്ത് ചെയ്യും, അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിൽ ചെയ്യും ഒക്കെ ഉള്ളത് പ്ലാനിങ് വേണം. എഴുതി വെച്ച് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അതും ചെയ്യണം. കാരണം ഇബ്ലീസ് റമദാന്റെ മുന്നേയും റമദാന് ശേഷവും അതിഭയങ്കരമായിട്ട് നമ്മളെ ഹിറ്റ് ചെയ്യും. അതിഭയങ്കരമായിട്ട് നിന്നെ ഒന്നിനും കൊള്ളൂല, നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല, നീ ഇത്രയും കാലം ചെയ്തൊക്കെ എന്തിനായിരുന്നു, ഒക്കെ വേസ്റ്റ് അല്ലേ എന്നുള്ള തോന്നലുകൾ മുന്നേയും വരും, ഈവൻ ശേഷവും വരും. ശേഷം നമ്മൾ മിക്കവാറും എല്ലാ റമദാനിന് ശേഷം നമ്മൾ ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ടീച്ചേഴ്സായിട്ടും ഒക്കെ തരാറുണ്ട് അല്ലെ. കാരണം പെട്ടെന്നാണ് നമ്മളെ കൈവിട്ട് പോവുക. നമ്മൾ അത്രയും നാളെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ദിവസം കൊണ്ട് കൈവിട്ട് പോണ പോലത്തെ ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ ശരിക്കും ബോധപൂർവം ഇരിക്കുക. ഇബ്ലീസ് പ്രീ ആൻഡ് പോസ്റ്റ് റമദാൻ നമ്മളെ നന്നായിട്ട് ഹിറ്റ് ചെയ്യും. കാരണം ഈ ഡ്യൂറിങ് റമദാൻ ഇബ്ലീസിനെ നമ്മൾ അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടൂല അല്ലെ. അപ്പം അത് മനസ്സിൽ വെക്കുക. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് നോമ്പുകൾ അത് കഴിഞ്ഞ് റമദാന്റെ നോമ്പാണെങ്കിലും സുന്നത്തായ നോമ്പുകളാണെങ്കിലും അതിന്റെ ശരിയായ സെൻസിൽ നമുക്ക് ബെനിഫിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇന്നിപ്പം ഈ അവസ്ഥയിൽ ഉണ്ടാവില്ലായിരുന്നു. അപ്പം എന്താണ് നമ്മൾ എക്സാക്ട്ലി ഹൃദയത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പം റമദാനിൽ നിന്ന് അല്ലെങ്കിൽ നോമ്പിൽ നിന്ന് നേടേണ്ടത്? അല്ലാത്തത് നമുക്കറിയാം, പ്രതിഫലത്തിന്റെ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ നമുക്കറിയാം. റമദാന്റെ ഈവൻ ഫിഖ്ഹി വശങ്ങൾ നിങ്ങൾ വളരെ എക്സ്പേർട്സ് ആണ്. ഇത് ഇന്ന സമയത്ത് സുഹൂറാണെങ്കിലും അല്ലെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഓരോ ഫിഖ്ഹി കാര്യങ്ങളും നിങ്ങൾ അടിപൊളിയാണ്. ഈവൻ പ്രതിഫലം കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷെ ഇവിടുത്തെ നമ്മളുടെ ഒരു ആംഗിൾ വേറെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ രീതിയിലുള്ള ഒരു പ്രയോജനം റമദാൻ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഈ ഹദീസ് നമ്മൾ പറഞ്ഞു വെച്ച ഹദീസ്, അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ ഏതൊരു ഇബാദത്താണെങ്കിലും അതിന്റെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഇബാദത്ത് ഹിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ഏതൊരു ഇബാദത്തും എന്തിനു വേണ്ടിയിട്ടാ? ഹൃദയത്തിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മൾ എന്തിനാ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, വിദ്യാഭ്യാസം കൊടുക്കുന്നത്? അവരെ ഡിസിപ്ലിൻ ചെയ്യാൻ, അവരെ ശരികളും തെറ്റുകളും മനസ്സിലാക്കാൻ. നമ്മളെ നാട്ടിൽ അതിനാണോ വിദ്യാഭ്യാസം കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. അവരെ ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ ബെറ്റർ വേർഷൻ, ഒരു നല്ല പൗരൻ അല്ലെങ്കിൽ നല്ല അടിമ, അള്ളാഹുവിന്റെ അടിമാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇസ്ലാമിലെ ഓരോ ഇബാദത്തും ഹൃദയത്തിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ളത്, ഹൃദയത്തിനെ കൂടുതൽ ബെറ്റർ ആക്കാനുള്ളതാണ്, ഹൃദയത്തിന് ജീവൻ കൊടുക്കാനുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഹൃദയം ചത്തുപോകാറുണ്ട് അല്ലെ. ഹൃദയത്തിലേക്ക് പലതും കയറിക്കൂടി പല മാലിന്യങ്ങളും പലതിലും കഴിച്ച് തലവെച്ച് ഹൃദയം ചത്തുപോകാറുണ്ട്. അപ്പം ഹൃദയത്തിന് ജീവൻ കൊടുക്കാനുള്ളതാണ്. പിന്നെ അതിന്റെ സൃഷ്ടാവിന്റെ അടുത്തേക്ക് വീണ്ടും റീകണക്ട് ചെയ്യാനുള്ളതാണ് എല്ലാ ഇബാദത്തുകളും. നിസ്കാരം അങ്ങനെയാണ്. നമുക്കതൊന്നും കിട്ടാറില്ല, നടക്കാറില്ല എന്നുള്ളത് വേറെ കാര്യം, അതിനെ സൈഡിലേക്ക് മാറ്റി വെക്കാം. പക്ഷെ ഇസ്ലാമിലെ ഓരോ ഇബാദത്തുകളും മെയിൻ ടാർഗറ്റ്, അതായത് വേറെ ഒരുപാട് പ്രതിഫലങ്ങളും ഒരുപാട് ഗുണങ്ങളും ഓരോ ഇബാദത്ത് കൊണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിലും, നോമ്പ് ഉൾപ്പെടെ നമസ്കാരം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഹൃദയത്തിന് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഹൃദയത്തിന് അടക്കുക, ഹൃദയത്തിന് ജീവൻ കൊടുക്കുക, ഹൃദയത്തിന് അതിന്റെ സൃഷ്ടാവുമായിട്ട് റീകണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് എത്രത്തോളം ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഇബാദത്താണ്, അതായത് ഫൗണ്ടേഷണൽ ഇബാദത്ത് എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധ നോമ്പ്, നിർബന്ധ നമസ്കാരം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഫൗണ്ടേഷൻ, അടിസ്ഥാനപരമായിട്ടുള്ള ഇബാദത്തുകൾ. അത്രത്തോളായിരിക്കും അതിന്റെ ഇമ്പാക്ട് എന്ത് ഹൃദയത്തിനെ നന്നാക്കുന്ന കാര്യത്തിൽ. നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം, നമ്മളുടെ ഫൗണ്ടേഷണൽ ഇബാദത്തുകൾ എന്ന് പറയുന്ന നിസ്കാരം, ഫർദ് നമസ്കാരം, എത്രത്തോളം ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരത്തിലേക്ക് പോകുന്ന നിസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മളെ ഹൃദയം ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ നോമ്പും ഹൃദയത്തിന് അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിലെ അല്ലെ ഒരു തൂണ് തന്നെയാണ്, ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നോമ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ അവസ്ഥകൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇമ്പാക്ട് നോമ്പിന് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് അതുവഴി നമ്മൾ അള്ളാഹുലേക്ക് വീണ്ടും തിരിച്ച് ചെന്ന് കൊണ്ട് മുട്ടിച്ച് നിർത്താൻ നോമ്പിന് പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് നമ്മൾ നല്ല ബോധത്തോടു കൂടി ആയിരിക്കണം നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി മന്ത് ഓഫ് പേഷ്യൻസ് ആണ് അല്ലെ, എന്താണ് സബറിന്റെ മാസമാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഈ റമളാൻ എന്ന് പറയുന്നത് ശരിക്കും നോമ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. അതായത് ഒരാൾക്ക് ജീവൻ നിലനിർത്താൻ ഭക്ഷണം വേണം, വെള്ളം വേണം അല്ലെ. അത് ഏറ്റവും അത്യാവശ്യ ഒരു കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും നമ്മളെ കൊണ്ട് എന്താ ചെയ്യിക്കുന്നതെന്നറിയോ?
അത്ര അത്യാവശ്യമല്ലാത്ത പല കാര്യങ്ങളെയും പഠിപ്പിക്കുക ചെയ്യുന്നത്. അത്ര അത്യാവശ്യം, അത് ജീവിക്കാൻ അത്ര അത്യാവശ്യമല്ലാത്ത പല കാര്യങ്ങളെയും പഠിപ്പിക്കുക ചെയ്യുന്നത്. എന്താണ് അത്? നമ്മളെ ഹൃദയത്തിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ നാവ് കൊണ്ട് വരുന്ന പല വിനകളെയും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്നാണ് റംസാനിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യമല്ലേ. പരദൂഷണം, ചീത്ത പറച്ചില്, ദേഷ്യം, അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് തിന്മകൾ, കണ്ണുകൾ കൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും മുക്കൊണ്ടും എല്ലാം കൊണ്ടും ചെയ്യുന്ന പല തിന്മകളെയും തടയാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ്. എന്നാൽ ഇതൊന്നും ജീവിതത്തിന് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല അല്ലെ. അതായത് ജീവൻ നിലനിർത്തണമെങ്കിൽ, പരദൂഷണം പറഞ്ഞാൽ ജീവൻ നിലനിൽക്കൂല എന്നുള്ള സംഭവമൊന്നുമല്ല. ജീവിക്കാൻ പറ്റും, നമുക്ക് തെറ്റ് ചെയ്തുകൊണ്ടും ജീവിക്കാൻ പറ്റും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് എസെൻഷ്യൽ ആയിട്ടുള്ള, അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തടഞ്ഞു വെച്ചിട്ട് അത്ര അത്യാവശ്യമല്ലാത്ത പലതും നമ്മളെ പഠിപ്പിക്കണം. ഈ സംഭവങ്ങളൊന്നും അത്ര അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിതൊന്നും പഠിക്കാത്തതും അല്ലെ. നമുക്കറിയാം, പരദൂഷണം പറഞ്ഞ പാട് ഇപ്പം ഈ പണ്ടത്തെ സ്റ്റോറീസിലൊക്കെ പറയുന്ന പോലെ ഓരോ പ്രാവശ്യം പരദൂഷണം പറയുമ്പോഴും മൂക്ക് നീണ്ട് 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 നിലത്ത് മുട്ടും എന്നുള്ള ഒരു അവസ്ഥയായിരുന്നെങ്കിൽ നമ്മൾ പരദൂഷണം പറയില്ല അല്ലെ. കാരണം കാണുന്നവർക്ക് മനസ്സിലാവും ഇതെങ്ങനെയാന്ന്. അങ്ങനെ എങ്ങാനും ആയിരുന്നെങ്കിൽ നമ്മൾ അതൊന്നും ചെയ്യൂലായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊന്നും ഒരു അത്യാവശ്യമാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റമദാൻ എന്ന് പറയുന്നത് നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണം, വെള്ളം പോലെയുള്ള എസെൻഷ്യൽ മാറി നിന്നിട്ട് അത്ര എസെൻഷ്യൽ അല്ലാത്ത, അത്ര നിർബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് പറയുമ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ നോമ്പെടുത്തിട്ട് ഈ പറഞ്ഞതൊക്കെ പഠിക്കാറുണ്ടോ എന്നുള്ളത്. മാറ്റങ്ങൾ നോമ്പ് കൊണ്ട് വരാറുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കുക. കാരണം അള്ളാഹുവിന്റെ ഉദ്ദേശം അങ്ങനെയാണ്. അങ്ങനെ ഒരു ട്രെയിനിങ് പ്രോസസ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ ഒരു പ്രോസസ്സിൽ, നോമ്പെടുക്കുന്ന പ്രോസസ്സിൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുകയും അതുപോലെ നമ്മളുടെ റബ്ബിനെ കൂടുതൽ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. കാരണം മനുഷ്യന്മാര് നമ്മളുടെ ഇച്ഛകൾ അല്ലെ, നമ്മൾ ഓരോരുത്തരുടെയും ഇച്ഛകൾ വേറെ വേറെയാണ്. ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. ഓരോരുത്തരും അവനവൻ സ്റ്റക്ക് ആയിട്ടുള്ള ഡിസയേഴ്സ് എന്താന്ന് നോക്കുക. നമ്മളെ ഇച്ഛകളും നമ്മളുടെ ചില ഹ്യൂമൻ വീക്ക്നെസ്സുകൾ ഉണ്ട് അല്ലെ. നമ്മൾ ചിലപ്പോൾ അങ്ങനെ പെട്ടുപോകുന്ന പല കാര്യങ്ങളും. അപ്പം ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് ശരിക്കും എന്താണ് ഇമ്പോർട്ടന്റ്, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നൊക്കെ പലപ്പോഴും നമുക്ക് മാറി മറിഞ്ഞു പോകും. ചിലപ്പോൾ ചില തെറ്റുകൾ പോലും നമ്മൾ ഇച്ഛ ആയതുകൊണ്ട് നമ്മൾ അതിനെ ന്യായീകരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തിരിച്ചും. അപ്പം ഇങ്ങനെ കുറെ കാലം വരുമ്പം ഇതുപോലെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. കുറേ കാര്യങ്ങൾ നമ്മൾ ഇച്ഛയായിട്ട് കമ്പൈൻ ചെയ്ത്, നമ്മളെ വീക്ക്നെസ് കമ്പൈൻ ചെയ്ത്, ശരികളും തെറ്റുകളും ഒക്കെ മിക്സായി നമ്മൾ ചെയ്യരുതെന്ന് വിചാരിച്ച പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് പിന്നെ നമ്മളെ ഹാബിറ്റായി മാറുക. അതുപോലെ ചെയ്യണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുക. എന്നിട്ട് അത് ചെയ്യാൻ വേണ്ടി എടുക്കാൻ ഭയങ്കര പ്രയാസമായി മാറുക അല്ലെ. ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിലേക്ക് ചിന്തിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തൊക്കെ വരുന്നത്. അങ്ങനെ ഓരോരുത്തർക്ക് വേറെ വേറെ ആയിരിക്കും ഇത്. നല്ല മീൻസ് ഇബാദത്ത്പരമായ പല കാര്യങ്ങളും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാതെ ചെയ്യാതിരിക്കൽ ഒരു ഹാബിറ്റായി മാറുകയും, അതേപോലെ തിരിച്ചും തിന്മകള് പലതും ചെയ്യരുതെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അത് ചെയ്ത് 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 അതൊരു ഹാബിറ്റായി മാറുകയും അതിൽ നിന്ന് മാറി നിൽക്കൽ പ്രയാസമായി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ. ഇതിങ്ങനെ ആകെക്കൂടെ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞു നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുക, മുന്നോട്ട് പോവാൻ പറ്റാത്ത ഒരു അവസ്ഥയാവുക. സുബ്ഹാനല്ലാഹ്. ഒരുപക്ഷെ നമ്മളൊക്കെയും ഇപ്പൊ അല്ലെ ഈ ഒരു 11ാമത്തെ മാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇപ്പൊ നമുക്ക് വേണ്ടത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർട്ടാണ് അല്ലെ. ഈ പറഞ്ഞ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി, ഈ കഴിഞ്ഞ 11 മാസം കൊണ്ട് ഉണ്ടാക്കി വെച്ച ഈ ജീവിതവും നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത കുറെ ട്രാപ്പുകൾ ഉണ്ട് അല്ലെ. നമ്മൾ തന്നെ സെറ്റ് ചെയ്ത ട്രാപ്പുകളാ. പല തിന്മകളിലേക്കും ചെന്ന് തലവെച്ച് കൊടുത്തും പല നന്മകൾ റെഗുലർ ആക്കാൻ പറ്റാണ്ടും അല്ലെ. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറ്റാതിരുന്നത്? നമ്മളുടെ മാനുഷികമായ ഇച്ഛകളും അല്ലെ, വീക്ക്നെസ്സും ഹൃദയത്തിന്റെ പല രോഗങ്ങളും ഒക്കെ കാരണം ഈ രണ്ടിലും നമ്മൾ ആകെ കൂടെ കുഴഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോ ഇതിന്ന് രക്ഷപ്പെടണമെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹൃദയം വേണം. അതിനെന്ത് വേണം? നോമ്പ് വേണം. അപ്പൊ നോമ്പ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മളുടെ അൺഹെൽത്തി ആയിട്ടുള്ള, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത നമ്മളെ ഹൃദയത്തിന്റെ അറ്റാച്ച്മെന്റുകളിൽ നിന്ന് നമ്മളെ പറിച്ചു നീക്കാൻ മാത്രമല്ല, കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാനും നോമ്പ് സഹായിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എങ്ങനെയാണെന്നറിയോ? ഈ 11 മാസം കഴിഞ്ഞിട്ട് ഈ ഒരു മാസം കട്ടയ്ക്കാ നമ്മൾ എല്ലാം ഭയങ്കര നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യും, തിന്മയിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കും. എന്നിട്ട് അടുത്ത മാസം മുതൽ വീണ്ടും തദൈവ പണ്ടത്തെ 11 മാസം പോലെ തന്നെ. പക്ഷെ റംസാൻ ശരിക്കും എന്താണെന്നറിയോ? നമ്മൾ ഈ 11 മാസം കൊണ്ട് നമ്മൾ ആകെ കൂടെ മിക്സപ്പ് ആക്കിയ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് പിഴുതെടുത്ത് മാറ്റിയിട്ട് പുതിയൊരു വേർഷൻ
അല്ലേ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പുതിയ വേർഷൻ മീ. നമ്മൾ ഓരോരുത്തരും പേരെന്താണോ, കഴിഞ്ഞ കൊല്ലം ആയിഷ 1.0 ആണെങ്കിൽ ഈ കൊല്ലത്തെ റമദാൻ കഴിഞ്ഞ ആയിഷ 2.0 ആയിരിക്കണം. കഴിഞ്ഞ പലതും എന്റെ ഹൃദയത്തിൽ കയറി പലതിനെയും പറിച്ച് എറിഞ്ഞിട്ട് പുതിയ ഒരാളാവാൻ നമ്മളെ കൊണ്ട് പറ്റണം. കുറെ പുതിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. പക്ഷെ നമ്മളിങ്ങനെ ഒന്ന് മൊത്തത്തിൽ ആലോചിച്ച് നോക്കും, അങ്ങനെ ഭയങ്കര ഭീകരമായ മാറ്റം റംലാൻ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. പക്ഷെ അള്ളാഹ് അതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു അവസരമാണത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ ആകെ കൂടെ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ഇങ്ങനെ ഹൃദയത്തിനെ സ്ട്രോങ് ആക്കാൻ, ഹൃദയത്തിനെ ശുദ്ധിയാക്കാൻ ഇതുപോലൊരു റമദാൻ ഇല്ലായിരുന്നെങ്കിൽ, ആലോചിച്ചൊക്കെ 2 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് റമദാൻ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് താങ്ങാൻ പറ്റൂല. നമ്മൾ കംപ്ലീറ്റ്ലി വിട്ടുപോകും. നമ്മളെ ഹൃദയത്തിനെ പൊടി തട്ടിയെടുക്കാൻ പറ്റൂല. നമ്മൾ അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ വീണ്ടും സ്ട്രോങ് ആക്കാൻ പറ്റൂല. നമുക്കതിനെ താങ്ങാൻ പറ്റൂല. അത് റബ്ബിനറിയാം. അത് റബ്ബിന്റെ കാരുണ്യാണ് എല്ലാ കൊല്ലത്തിലും ഈ ഒരു റമദാൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അത്ര, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫർദായിട്ടുള്ള നമസ്കാരം പോലെ ഫർദായിട്ടുള്ള നോമ്പല്ലേ. നമസ്കാരത്തിന്റെ സീരീസ് ഇപ്പം വീണ്ടും ഓടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ ആവശ്യമാണെന്ന്. ഓരോ 2 വക്തിനിടയിലും അടുത്ത നമസ്കാരം എന്ന് പറയുന്നത് നമ്മളെ ആവശ്യമാണ്, നമ്മളെ റബ്ബുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ഹൃദയത്തിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പം അള്ളാഹ് കറക്റ്റ് ആയിട്ട് സെറ്റ് ആക്കിയിട്ടാണ് നമ്മളെ മേലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാധ്യതയാക്കിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റൂല എന്ന് റബ്ബിനെ അറിയായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ എന്തിനാ അങ്ങനെ അതിനെ കാണുന്നത്? കുറെ പ്രതിഫലം കിട്ടും, അല്ലെ? എന്ത് ചെയ്താലും തലകുത്തി മറിഞ്ഞാലും കുറച്ച് പ്രതിഫലം കിട്ടും, അത് അങ്ങോട്ട് മാക്സിമം വാങ്ങിയിട്ട് അങ്ങോട്ട് പോവാം. സുബ്ഹാനല്ലാഹ്. അപ്പം റമദാനിലൂടെ നമുക്ക് ഒരു പുതിയ പാത്ത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു വഴി വെട്ടിത്തെളിക്കാൻ, ഒരു പുതിയ ഡയറക്ഷനിൽ, കൂടുതൽ ബെറ്റർ ആയ ഒരു ഡയറക്ഷനിൽ മുന്നോട്ട് നീങ്ങാൻ റമദാൻ നമ്മളെ സഹായിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഇച്ഛകളെ റെഗുലേറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ റമദാൻ സഹായിക്കുന്നു. കാരണം ഈ ഇച്ഛകളാണ് പലപ്പോഴും, അല്ലെ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ അറിയാത്ത ആൾക്കാരല്ല, ഹിദായത്തിനെ കുറിച്ച് പഠിക്കാത്ത ആൾക്കാരല്ല. പക്ഷെ അതൊക്കെ പഠിച്ചിട്ടും, നിരന്തരം പഠിച്ചിട്ടും നമുക്ക് അതിലേക്കൊന്നും എത്താതിരിക്കാനുള്ള മെയിൻ കാരണം നമ്മുടെ ഈ ഇച്ഛകളും, അല്ലെ, നമ്മുടെ ടെംപ്റ്റേഷൻസ്, നമുക്ക് പലതിനോടുമുള്ള അമിതമായിട്ടുള്ള, അല്ലെ, ഈവൻ ഒന്നും വേണ്ട, സമയം കളയാനുള്ള ഒരു ഇച്ഛ കൂടുതൽ ഉണ്ടായാലും മതി നമുക്ക് അള്ളാഹുവിന്റെ ഹിദായത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി, അല്ലെ? വേറെ ഒരു മോശപ്പെട്ട ഒരു കാര്യവും ഇല്ലാന്ന് വിചാരിക്കാം. അത് ചീത്ത കാര്യങ്ങൾ കാണുന്നതോ അല്ലെങ്കിൽ സിന പോലത്തെ ഒരു മോശപ്പെട്ട ഇച്ഛകളും നമ്മളെ അടുത്ത് ഇല്ലാന്ന് വിചാരിക്കാം. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത്, അല്ലെ, സമയം വെറുതെ കളയാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി അള്ളാഹുവിന്റെ ഹിദായത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെയുള്ള നമ്മുടെ ഇച്ഛകളും ടെംപ്റ്റേഷൻസിനും നമ്മളെ മേലെ നല്ല ഒരു പിടുത്തമുണ്ട്. അങ്ങനെ നമ്മൾ അതിനൊക്കെ അടിമപ്പെട്ട് ഇരിക്കുകയാണ് ഇപ്പൊ, അല്ലെ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മളെ സമയത്തിൽ കൂടുതലും, ഒരുപക്ഷെ നമ്മൾ എത്ര സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും എത്ര തിരക്കുണ്ടെന്ന് പറയുകയാണെങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മളെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഓരോ ദിവസവും ഇതുപോലെയുള്ള ഹറാമി ആയിട്ടുള്ള, ഇച്ഛകളായിട്ടുള്ള, ഈവൻ ഇച്ഛ എന്ന് വിളിക്കാൻ പറ്റൂലെങ്കിൽ പോലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് സമയങ്ങൾ എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ല എന്ന് പറയാൻ പറ്റും, അത് എനിക്ക് മാത്രം തോന്നിയതാണ്. ആണല്ലേ? നമ്മളൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മൾ കുറെ സമയം ഇതിന്റെയൊക്കെ മേലെ ചെലവഴിക്കുന്നതും, അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു തൃപ്തിയും കിട്ടും. എന്നിട്ട് പിന്നെ വിഷമിച്ചാൽ പോലും, അല്ലെ? സുബ്ഹാനല്ലാഹ്. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോയി നിസ്കരിച്ചിട്ടാണെങ്കിലും വേഗം പോയി കിടക്കാനുള്ള ഒരു ആവേശമായിരിക്കും, അല്ലെ? അതങ്ങോട്ട് കിടക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെ പലതിലും നമ്മൾ പെട്ട് കിടക്കണം. അപ്പം ഈ നോമ്പെന്ന് പറയുന്ന പ്രാക്ടീസ് നമ്മളെ ഇതുപോലെയുള്ള പല ഡിപ്പെൻഡൻസിനും, പല അഡിക്ഷൻസിനും, നമ്മൾ ഇതിനെയൊന്നും ചിലപ്പോൾ അഡിക്ഷൻ ഒന്നായിട്ട് കരുതുന്ന പോലും ഉണ്ടാവില്ല, എന്നാലും നമ്മളെ അടുത്തൊക്കെ ഉണ്ട് ഇതുപോലെ സെറ്റിലായിട്ടുള്ള അഡിക്ഷൻസ്, നമ്മളെ നഫ്സിന്റെ ഇച്ഛകള്. അപ്പൊ നോമ്പ് ഇതിൽ നിന്നൊക്കെ നമ്മളെ സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഈമാൻ, എങ്ങനെയുള്ള ഈമാനാണ് നമ്മൾ ഉണ്ടാക്കുക? ഇച്ഛകളോട് നോ പറയാനുള്ള ഈമാൻ, അല്ലെ? അങ്ങനെ ഷെയ്ത്താന്റെ വസ്വസിനോട് നോ പറയാൻ പറ്റുന്ന ഒരു ഈമാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് വരുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലെ? നോമ്പില് ഇതുപോലെ പരസ്പരം കമ്മ്യൂണിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, സാമൂഹികമായിട്ട് കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുത്ത് നമ്മൾ നോമ്പിന് ഒരു പ്രത്യേകതരം പ്രാക്ടീസാണ്. എന്തിന്? നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും വേണ്ട എന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇത് ഡെയിലി നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മൾ വേണ്ടാന്ന് വെക്കാൻ വേണ്ടി നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ
നമ്മള് മാത്രമല്ല അത് പ്രാക്ടീസ് ചെയ്യുകയും നമുക്ക് ഇഷ്ടമുള്ള അല്ലെ, നമുക്ക് ആർക്കാ ഭക്ഷണം വേണ്ടാത്ത, ആർക്കാ ഭക്ഷണത്തിനോട് ഇഷ്ടമില്ലാത്ത, പ്രത്യേകിച്ച് മലബാരികൾക്ക് തീരെ ഭക്ഷണത്തിനോട് ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെ. ഒട്ടും മോശമല്ല, കേരളത്തിലെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണപ്രിയർ തന്നെയാണ് ജനറലി. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനത്തിനെ വേണ്ടാന്ന് വെച്ച് ഡിലേ ചെയ്തിട്ട്, അതായത് അതിനൊരു ഹലാലായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് കിട്ടുന്നത് വരെ അല്ലെ. റംസാൻ എങ്ങനെയാണ്, മഗ്‌രിബ് വരെ ഭക്ഷണം ഹറാമാണ്, ഹലാലാവുന്നത് മഗ്‌രിബിന് ശേഷമാണ്. അപ്പം അതിന് നമ്മൾ പകല് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഹറാം, ആ ഹറാമിനെ തടഞ്ഞു വെച്ചിട്ട് പകരം അതിന് ഹലാലായിട്ടുള്ള ഒരു പരിഹാരം, അതായത് നോമ്പ് തുറക്കുമ്പോഴുള്ള ഭക്ഷണത്തിന് വരെ നമ്മളെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് വരെ. അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാന്റെ ഇഷ്ടത്തിന് വേണ്ടി, പ്ലസ് അള്ളാന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്. കാരണം നോമ്പെന്ന് പറയുന്നതില്ലേ അള്ളാഹ്ക്ക് വേണ്ടി കംപ്ലീറ്റ് ചെയ്യേണ്ട അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൽപ്പനയാണ് നോമ്പെന്ന് പറഞ്ഞത്. വെറുതെ അങ്ങോട്ട് നോമ്പ് ഒഴിവാക്കാനൊന്നും പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതേപോലെ നമ്മൾ അത്യാവശ്യമായിട്ടുള്ള ഭക്ഷണത്തിനെ നമ്മൾ ഇങ്ങനെ റബ്ബിന്റെ തൃപ്തി ചിന്തിച്ചിട്ട് റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ വിചാരിച്ചിട്ട് എങ്ങനെ നമ്മൾ തടയാൻ പഠിക്കുന്നു, അതുപോലെ നമ്മളുടെ ഏതൊരു ഹറാമും, അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന, അള്ളാഹുവിനെ കോപപ്പെടുത്തുന്ന നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യവും, നമ്മുടെ നഫ്സിന്റെ ഇച്ഛകളുടെ പിന്നാലെ നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യവും നമുക്ക് ഇതേ ഫോർമുല ഉപയോഗിച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനോട് നോ പറയാൻ പറ്റും. അതിനൊരു ഹലാലായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്, അതായത് നോമ്പിന്റെ പകൽ സമയത്ത് ഭക്ഷണം കഴിക്കൽ ഹറാമായിട്ട് മഗ്‌രിബിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് പോലെ, ഇഫ്താറിന് ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മളുടെ ഓരോ ഇച്ഛകളെയും കൺട്രോൾ ചെയ്തിട്ടല്ലേ. ഇപ്പൊ സപ്പോസ് നമുക്ക് മ്യൂസിക് കേൾക്കാം എന്നുള്ള ഒരു ഇച്ഛ ഉണ്ടെന്ന് വെക്കാം, അതിനെ കൺട്രോൾ ചെയ്തിട്ട് അതിന്റെ ഹലാൽ ആൾട്ടർനേറ്റീവ് ആണ് അല്ലെ മ്യൂസിക് ഇല്ലാത്ത നഷീദുകൾ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യൽ എന്താണ്, ഒരു തരത്തിലുള്ള കൺട്രോളാണ് നഫ്സിന്റെ. ഓക്കെ, അപ്പം ഇങ്ങനെ നഫ്സിന്റെ കൺട്രോൾ അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആവശ്യത്തിൽ നിന്ന് മാറി നിൽക്കലാണ് അല്ലെ, നമ്മൾ അത്യാവശ്യത്തിൽ നിന്ന് മാറി നിൽക്കൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രോങ് പേഷ്യൻസ്, ക്ഷമയും ഇതിന് ആവശ്യമാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പലപ്പോഴും അല്ലെ നമ്മളെ പിടിച്ചു കുലുക്കുന്ന ഒരു കാര്യം നടക്കുമ്പം നമ്മുടെ റിയാക്ഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക, അതിനുള്ള പ്രതികരണത്തിനെ, നമ്മളെ ഇമോഷനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. എന്നിട്ട് അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം അതിന്റെ പേരിൽ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താം. എന്നിട്ട് അതിനെ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അതാണ് ക്ഷമ അല്ലെ. നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മളെ വെറുപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ട നമ്മൾ ഇമോഷണൽ ഔട്ട്പോർ അല്ലെങ്കിൽ നമ്മളെ റിയാക്ഷൻ, നമ്മളെ പ്രതികരണം വളരെ മോശമാക്കുന്നതിൽ നിന്ന് കൺട്രോൾ ചെയ്യുക. അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ അതിന്റെ പേരിൽ ചെയ്യുന്നതിൽ നിന്ന് കൺട്രോൾ ചെയ്യുക. അങ്ങനത്തെ അള്ളാഹിന്റെ അതിഭയങ്കരമായ പ്രതിഫലത്തെ മോഹിക്കുക. അതാണ് ക്ഷമ. ഇത് തന്നെയാണ് എല്ലാവരും റമളാനിൽ ചെയ്യുന്നത്. നമുക്കിത് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ലായിരിക്കും, കാരണം നമുക്കതൊരു ഡയറ്റ് പോലെയായി മാറിയിട്ടുണ്ട് ഇപ്പൊ അല്ലെ. ഈവൻ റംസാന്റെ പുറത്ത് നോമ്പെടുക്കുന്നവർക്കും അതൊരു ഡയറ്റ് എക്സസൈസ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനം നമ്മൾ റംസാനിൽ കൊടുത്തിട്ടില്ല. കാരണം ഹൃദയം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതിന് റംസാനിൽ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടില്ല. നമ്മളെ വയറിനെ നമ്മൾ കെട്ടിയിട്ട് അതൊരു എന്താണ് ബാഹ്യമായിട്ടുള്ള ഡയറ്റ് എക്സസൈസ് ആയി മാറിയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഭീകരമായ ഒരു ക്ഷമയൊന്നും റംസാനിന് നമുക്ക് വലിയ ആവശ്യമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ റംസാന് ക്ഷമയുടെ ഒരു എക്സസൈസ് ആണ്. വയറിന്റെ ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും ചെയ്യുന്ന ഡയറ്റിന്റെ എക്സസൈസ് അല്ല, അത് ക്ഷമയിലൂടെ ബെറ്റർ ആവേണ്ട ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിനകത്ത് ക്ഷമയുടെ മാസമായിട്ട് റമളാനിനെ കണ്ടത്. എല്ലാ തരത്തിലുള്ള ക്ഷമകളും റമളാനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ക്ഷമ മെയിനായിട്ട് 3 തരത്തിലാണ്. നമ്മൾ മുമ്പ് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാം. ഒന്ന്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ. ഓക്കെ, അത് മാറി നിൽക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രയാസങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് അള്ളാഹിന്റെ തൃപ്തിയിലേക്ക് അടുക്കൽ ഒന്ന്. 2, അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷമ. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെ, അള്ളാഹുവിന്റെ നിർബന്ധങ്ങൾ ഒരുപക്ഷെ പലതും നമ്മൾ ചെയ്യുമ്പം സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പുകൾ വരുമ്പം അവിടെയും നമ്മൾ കൺട്രോൾഡ് ആയിട്ട് നിൽക്കാനുള്ള ക്ഷമ. 3, അള്ളാഹുവിന്റെ ഖദറുകളിൽ ക്ഷമ കാണിക്കാൻ. നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മളെ വെറുപ്പിക്കുന്ന, നമുക്ക് വിഷമം വരുന്ന മരണം, രോഗം അല്ലെ, നഷ്ടങ്ങൾ, അങ്ങനെ എന്തൊരു കാര്യം, മറ്റു പല പരീക്ഷണങ്ങളും അതൊക്കെ വന്നു കഴിഞ്ഞാലും അള്ളാഹുവിന്റെ ഖദറാണ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രതികരിക്കാതെ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ അതുമായിട്ട് മുന്നോട്ട് പോവാം. അങ്ങനെ 3 തരത്തിലാണ് ക്ഷമ. നോമ്പിന് ഈ 3 തരത്തിലുള്ള ക്ഷമകളും വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. അതായത്
ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും മാറി നിൽക്കുന്നത് പോലെ തന്നെ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്ന ക്ഷമ നോമ്പിനുണ്ട്. അതുപോലെ അള്ളാന്റെ കൽപ്പന അനുസരിക്കൽ, അല്ലെ, നോമ്പ് എടുത്തുകൊണ്ട് അള്ളാന്റെ കൽപ്പന അനുസരിക്കൽ, കൂടുതൽ ഇബാദത്തുകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാന്റെ കൽപ്പന അനുസരിക്കൽ, അല്ലെ, നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, ഖിറാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട്, അതുപോലെ കൂടുതൽ നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ട്, അല്ലെ, സ്വതക്ക വർദ്ധിപ്പിച്ചുകൊണ്ട്, അങ്ങനെ അള്ളാന്റെ കൽപ്പന അനുസരിക്കുന്ന ക്ഷമയുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ ഖദറുകൾ സുബ്ഹാനല്ലാഹ് പല രീതിയിൽ, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാം. റമളാനിലെ ക്ഷമയുടെ ടെസ്റ്റ് ആയിട്ട് അള്ളാഹിന്റെ ഖദറുകൾ എങ്ങനെയാ വരുന്നത് നമുക്ക് അവസാനത്തിലേക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പം 3 തരത്തിലുള്ള ക്ഷമയും റമളാനിൽ വരുന്നുണ്ട്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം 2 ഇമ്പൾസ് ആണ് മനുഷ്യന്മാരെ വളരെ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തിക്കുക. ഒന്ന് അവന്റെ ഹൃദയത്തിന്റെ ഇച്ഛ, നഫ്സിന്റെ ഇച്ഛ. രണ്ട് അവന്റെ കോപം, അവനെ പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ട് ഒരു ആക്ഷൻ എടുപ്പിക്കുന്ന കാര്യം. ഇമാം അൽ ഗസാലി അദ്ദേഹത്തിന്റെ അൽ ഇഹ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഒരാൾക്ക് ഈ 2 കാര്യങ്ങളും, ആ ഇച്ഛയിൽ നിന്ന് വരുന്ന അത് ചെയ്യണം തോന്നുന്ന പെട്ടെന്നുള്ള തോന്നലും ദേഷ്യവും കൺട്രോൾ ആയി കഴിഞ്ഞാൽ അയാൾ കംപ്ലീറ്റ്ലി ക്ഷമയിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ശരിക്കും ഭക്ഷണം ഒഴിവാക്കുക, വെള്ളം ഒഴിവാക്കുക, ലൈംഗികമായിട്ടുള്ള ആവശ്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഈ അഹികമായിട്ടുള്ള പല ഇച്ഛകളിൽ നിന്ന് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതുകൊണ്ട് റമളാന്റെ പ്രതിഫലം കംപ്ലീറ്റ് ആവുന്നില്ല. നമ്മൾ ഈ ഇതിന് തൊട്ടുമുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞില്ല, ഇച്ഛന്റെ കൂടെ നമ്മളുടെ കോപം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെയും കൂടെ അടക്കി കഴിഞ്ഞാൽ റമളാന്റെ പ്രതിഫലം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിനകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്, ഫഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് യൗമഇദിൻ വലാ യസ്ഖബ് ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതല ഫൽയഖുൽ ഇന്നി ഇംറുഉൻ സ്വായിമുൻ. നിങ്ങൾ ഒരാൾ നോമ്പ് എടുക്കുകയാണെങ്കിൽ മോശപ്പെട്ട സംസാരം, അല്ലെ, ചീത്ത സംസാരം, ഒറ്റ സംസാരം, തർക്കങ്ങൾ, ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇൻസൾട്ട് ചെയ്യോ നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യോ ചെയ്താൽ നിങ്ങൾ പറയാ എന്താണ്, ഇന്നി സായിമുൻ, ഞാൻ നോമ്പെടുക്കുന്നവനാണ്. അപ്പം ഈ ഹദീസ് പറയുന്നത് പോലെ നമ്മള് വായുടെ, അല്ലെ, വായിന്റെ നോമ്പും കൂടെ നമ്മൾ എടുക്കണം. ഭക്ഷണവും വെള്ളവും കുടിക്കുന്നത് ഒഴിവാക്കുന്നത് പോലെ തന്നെ മോശപ്പെട്ട സംസാരത്തിൽ നിന്നുള്ള നോമ്പും കൂടെ വായ കൊണ്ട് നമ്മൾ എടുക്കണം, അതെന്ത് കാരണം കൊണ്ടാണെങ്കിലും. ഈ ഒരു മാറി നിൽക്കലാണ് റമളാന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന്, അല്ലാതെ ഭക്ഷണവും വെള്ളം ഒഴിവാക്കലല്ല. നമ്മളെ നാവ് കൊണ്ട് വരുന്ന ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ് റമളാന്റെ ഏറ്റവും വലിയ ദോഷങ്ങളിലൊന്ന്. കാരണം നമ്മൾ മുമ്പ് നാവിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, നാവ് ഹൃദയത്തിനെ എങ്ങനെ ഇഫക്ട് ചെയ്യുന്നു, ഹൃദയം നാവിനെ എങ്ങനെ ഇഫക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ നാവിന്റെ കാര്യങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതിന് ഒഴിവാക്കുന്നത് പോലെ തന്നെ നമ്മളെ വായിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള, അത് കളവായിക്കോട്ടെ, ഒച്ചത്തിലുള്ള സംസാരം ആയിക്കോട്ടെ, വാദപ്രതിവാദങ്ങളായിക്കോട്ടെ, മോശമായിട്ടുള്ള ഇൻസൾട്ട് ആയിക്കോട്ടെ, ഫൈറ്റ് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള സംസാരങ്ങളും നമ്മളെ നാവിൻ്റെത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഹൃദയത്തിനെ മോശമായിട്ട് ബാധിക്കും, അല്ലെ. അപ്പൊ പിന്നെ ഹൃദയത്തിനെ ശുദ്ധിയാക്കാൻ നോമ്പോണ്ട് നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. നമുക്കറിയാം, ക്ഷമ റബ്ബിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ റബ്ബ ക്ഷമിക്കാനുള്ള ചാൻസസ്, അതിലിപ്പോ ഈ അടുത്ത് ഒരു ഷോർട്ട് ക്ലിപ്പ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അള്ളാന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും അങ്ങനെ കേട്ടോ. നമ്മൾ ജന്നാത്തുൽ ഫിർദൗസ് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചോദിച്ചാലുണ്ടല്ലോ, അള്ളാഹ് ജന്നാത്തുൽ ഫിർദൗസ് നേടാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും. അതിനുള്ള പരീക്ഷണങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും നമുക്ക് കൊണ്ടുവന്ന് വെക്കും. അത് തിരിച്ചറിയുന്നവൻ അത് പിക്ക് ചെയ്യും, തിരിച്ചറിയാത്തവൻ അത് മനസ്സിലാവില്ല. അതുപോലെ തന്നെയാണ് ഈ ക്ഷമയും. നമ്മൾ റമളാൻ കൊണ്ട് നമ്മളുടെ ഹൃദയത്തിന്റെ, നമ്മളെ ക്ഷമ പ്രാക്ടീസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിലുണ്ടല്ലോ, റമളാനിൽ നിറയെ അള്ളാഹു ക്ഷമിക്കാനുള്ള ചാൻസസ് തരും, അള്ളാഹ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്ന് തരും. നമ്മൾ കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്താണ് ഹജ്ജ് ഉംറ ലെസൺസ് നമ്മൾ എടുത്തത്, അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹജ്ജ് ഉംറ എന്ന് പറയുമ്പോൾ യെസ്, അതിന്റെ ഫിഖി വശങ്ങളും അതിന്റെ കർമ്മവശങ്ങളും ഒക്കെ ഒരു സൈഡിലുണ്ടെങ്കിലും നമ്മൾ അങ്ങേയറ്റം നമുക്ക് പരീക്ഷണങ്ങൾ വരും. നമ്മുടെ ക്ഷമയുടെ ടെസ്റ്റുകൾ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി നീയത്ത് വെക്കുന്നത് മുതൽ, അല്ലെ, നമ്മളൊക്കെ ഈ വർഷം ഇങ്ങനെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ അടുത്ത മാസം ഉംറക്ക് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് മുതൽ നമുക്ക് പരീക്ഷണങ്ങളാണ്, അല്ലെ. അപ്പം അതിന്റെ ക്ഷമയാണ് ശരിക്കും നമ്മൾ വിഭവങ്ങൾ ഒരുക്കുന്ന കാര്യം പറയുമ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ. തഖ്വയാണ് ഏറ്റവും ഉത്തമമായ വിഭവം, ഹൃദയത്തിന്റെ കൺട്രോളാണ്. അപ്പം അതുപോലെ റമദാൻ കൊണ്ട് നമ്മളെ ക്ഷമയാണ് അള്ളാഹു പഠിപ്പിക്കുന്നതെങ്കിൽ
റമദാൻ മുഴുവനും അല്ലെങ്കിൽ നോമ്പ് കൊണ്ട് നമ്മളെ ക്ഷമയാണ് പഠിപ്പിക്കുന്നെങ്കിൽ ഓരോ നോമ്പിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ക്ഷമിക്കാനുള്ള അവസരങ്ങൾ കൊണ്ടുവന്ന് തരും. നമ്മൾ കാണാറില്ല. കാരണം നമ്മള് ഫുൾ ഫിഖ് ഓഫ് റമദാനിൽ സ്റ്റക്കാണ്. ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, അങ്ങനെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് മറന്നു. സത്യം പറയുകയാണെങ്കിൽ ഈ ഒന്ന് വെറുതെ നിങ്ങൾ ഈ ആഴ്ചയിൽ ആരെങ്കിലും നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ റമദാന് മുമ്പ് ഒക്കെ ആരെങ്കിലും ഇനി കടം നോമ്പ് വരെയൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ, ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷമിക്കൽ എന്തെങ്കിലും ടെസ്റ്റ് വരുന്നുണ്ടോന്ന്. നമ്മൾ വീട്ടിന്റെ അകത്തുണ്ടല്ലോ, ഒരു റൂമിന്റെ അകത്ത് വാതിൽ അടച്ചിട്ടിരുന്ന് നോമ്പെടുത്താലും വരും ക്ഷമയ്ക്കുള്ള ടെസ്റ്റ്. ആരെങ്കിലും നമ്മളടുത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു പരദൂഷണമായിട്ടെങ്കിലും വരും. അപ്പം റംസാനിലോ ഓരോ ദിവസവും ക്ഷമയ്ക്കുള്ള ടെസ്റ്റ് നമ്മളടുത്ത് വരും. നമ്മൾ വിചാരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, കുറെ കേൾക്കുന്നുണ്ട്, കുറെ ഓതുന്നുണ്ട്, ഖിയാമത്ത് കേൾക്കുന്നുണ്ട്, ഓ സെറ്റ്. പക്ഷെ നമ്മൾ പോലും അറിയാണ്ട് എല്ലാ ദിവസവും ഞാൻ എഴുതി വെച്ച് പറയാം. കാരണം ഇവിടെ ഹജ്ജിനും ഉംറയ്ക്കും പോയവർക്ക് അറിയാം അല്ലേ, ആ ഹജ്ജും ഉംറയും കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തുന്നതിന്റെ ഇടക്ക് ഡെയിലി ടെസ്റ്റുകളാണ്. നമ്മൾ നിസ്കരിക്കാൻ നോൽക്കുക, ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുക, ഉംറന്റെ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത മനുഷ്യന്മാരെ കൊണ്ടുള്ള ടെസ്റ്റ്, ആരോഗ്യം കൊണ്ടുള്ള ടെസ്റ്റ്, പലതരത്തിലുള്ള ടെസ്റ്റുകൾ നമുക്ക് വരും അല്ലെ. ഇതിനാ നമ്മളെ തഖ്വ എന്ന് പറഞ്ഞ വിഭവം പാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള നോക്കുന്നതാ. അതുപോലെ നോമ്പിനെ നോക്കിക്കോ, ഓരോ ദിവസവും നമുക്ക് ഈ പറഞ്ഞ ടെസ്റ്റ് വരും. നമ്മളെ നാവിനെ കൺട്രോൾ ചെയ്യേണ്ട, നാവിന് ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും മാത്രമല്ല അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത എല്ലാത്തിൽ നിന്നും നമ്മളെ നാവിനെ കൺട്രോൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ നോമ്പിന് വന്നുകൊണ്ടേയിരിക്കും. സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള മറ്റൊരു ഹദീസിനകത്ത് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യദ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹ്ല ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തഅമഹു വശറാബഹു. ആര് അല്ലെ മോശമായിട്ടുള്ള തെറ്റായിട്ടുള്ള സംസാരം ഒഴിവാക്കുന്നില്ലയോ, അല്ലെങ്കിൽ അതുപോലെ പ്രവൃത്തികളും വൽ അമൽ ഒഴിവാക്കുന്നില്ലയോ, അള്ളാഹ്ക്ക് അവന്റെ പട്ടിണി ആവശ്യമില്ല, അള്ളാഹ്ക്ക് അവന്റെ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കൽ ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം കേട്ടിട്ടുള്ളതാ അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്താക്കാനാ. നമുക്ക് ഏതെങ്കിലും ഒരു നോമ്പ് നമ്മൾ മോർണിംഗ് ടു ഈവനിങ് വാച്ച് ചെയ്തിട്ട് ഇതുപോലെ ക്ഷമയുടെ പരീക്ഷണങ്ങളൊക്കെ വന്നിട്ടും നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടോ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. പക്ഷെ ഇപ്പം ബെറ്റർ ആയി വരുന്നുണ്ടാവും. പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ ഏറ്റവും വലിയ ഫൈറ്റുകൾ നടക്കുന്ന നോമ്പിനായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം നോമ്പിന് ഇതുപോലത്തെ പരീക്ഷണങ്ങൾ വരും, നമുക്ക് മനസ്സിലാവില്ല ഇത് പരീക്ഷണമാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ശാരീരികമായിട്ടുള്ള ഫാസ്റ്റിങ്ങിൽ ഏർപ്പെടുമ്പം അതിന്റെ ഏറ്റവും നോമ്പിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം ആയിട്ടുള്ള ക്ഷമയുടെ ടെസ്റ്റ്, അതായത് നാവിനെ കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ക്ഷമയുടെ ടെസ്റ്റിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ശരിക്കും നോമ്പിന്റെ യഥാർത്ഥ പ്രതിഫലം, നോമ്പാകുന്ന ഇബാദത്തിന്റെ യഥാർത്ഥ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്താണ്. അള്ളാഹു സ്വന്തമായിട്ട് പ്രതിഫലം കൊടുക്കുന്നു പറഞ്ഞത് വളരെ ലൈറ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹ് സ്വന്തമായിട്ട് തരുന്നുണ്ടെങ്കിൽ അതിനെന്തോ ഒരു കനം അവിടെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അല്ലെ. അപ്പൊ നോമ്പെന്ന് പറയുന്നത് നമ്മളെ തിന്മകളിൽ നിന്ന് തടയാനുള്ളതാണ്. എന്നിട്ടും നമ്മൾ തിന്മകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ആ നോമ്പെന്ന് പറയുന്ന ആ ഒരു നിയമം, ശരിയായ നിയമം അള്ളാഹ് കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് പോലും നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. ഖുർആനിൽ നമ്മൾ അല്ലെ, നമ്മളിന്ന് ഒരുപാട് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. സൂറത്ത് ബഖറയിൽ നോമ്പിനെ കുറിച്ച് പറയുന്ന കാര്യം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം അള്ളാഹ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോമ്പിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് തഖ്വയാണ്. അപ്പം ഈ ഒരു ഉദ്ദേശം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഈ റംസാനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാലും വീണ്ടും 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 ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ഒരു നിയ്യത്ത് പുതുക്കണം, ഓരോ സമയത്തും പുതുക്കണം. അത് നമ്മളുടെ നോമ്പുകളിലൂടെ നമ്മൾ നേടാൻ ശ്രമിക്കണം. ഈ നേടാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു നോമ്പ് കഴിഞ്ഞതോടുകൂടി അത് കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ റമദാനിൽ എഴുതി വെച്ചിട്ട് പല കാര്യങ്ങളും ഒക്കെ ഇതുവരെ റെഗുലർ ആവാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ കൂടെ എന്റെ തഖ്വ മൂർച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, എന്റെ നാവിനെ കൺട്രോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ട് അത് നമുക്ക് ഒരൊറ്റ റമദാനും ഇതുവരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളൊന്നും റമദാന്റെ പ്രതിഫലത്തിലേക്ക് ഇപ്പോഴും മുഴുവനായിട്ട് എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ശാരീരികമായിട്ടുള്ള പ്രതിഫലമേ നമുക്കൊക്കെ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഹൃദയത്തിനെ ശുദ്ധിയാക്കാന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്, അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം ഈ തഖ്വ എവിടെയാണെന്ന് അല്ലെ. തഖ്വ ഹാഹുന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട്
പറഞ്ഞിട്ടുണ്ട്. തഖ്വ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തെയും ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ സെൻട്രൽ റെസിഡന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹൃദയമാണ്, അല്ലെ? അപ്പം നമ്മളെ നോമ്പിന്റെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് ഹൃദയമാണ്. ഹൃദയത്തിന്റെ തഖ്വ ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ 11 മാസം ഒരു സ്റ്റൈലും ഒരു മാസം മാത്രം കുറെ ഇബാദത്തും നോമ്പ് കഴിഞ്ഞു അങ്ങനെയല്ല. നോമ്പ് കഴിയുമ്പോൾ ഈ മാറ്റം അടുത്ത 11 മാസത്തിൽ നമ്മളെ ജീവിതത്തിൽ കാണിക്കണം. അത് നമുക്ക് ഇടക്ക് കുറഞ്ഞു പോകുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടക്കുള്ള നോമ്പുകൾ, ഓരോ മാസത്തെ നോമ്പുകൾ ഉണ്ടല്ലേ, അതൊക്കെ ഉപയോഗിച്ച് അടുത്ത കൊല്ലത്തെ റംസാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പൊ ഉള്ള ഹൃദയത്തിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കണം നമ്മൾ റംസാനിൽ പ്രവേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഓരോ ഇബാദത്തിനും നമ്മളെ ഹൃദയത്തിനെ മാറ്റാന്നുള്ള ഒരു നിയത്ത്, ഒരു നിബന്ധന അവിടെയുണ്ട്. അതേപോലെ തന്നെ ഫാസ്റ്റിങ്ങും, അതേപോലെയാണ് നോമ്പെടുക്കലും. ഈ ഒരു ലക്ഷ്യം നമ്മൾ നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അള്ളാഹു ശർഈയാക്കിയിട്ടുള്ള ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മളെ മേലെ ബാധ്യതാക്കിയുള്ള പല കാര്യങ്ങളുടെ ഗുണങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ഒരു ഹദീസിനകത്ത് പറഞ്ഞ 3 ദിവസത്തെ എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കുന്ന കാര്യം, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, അല്ലെ? എല്ലാ മാസത്തിലെയും 3 ദിവസം, അതായത് എല്ലാ മാസവും 3 ദിവസം, ആ 3 ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ അത് ഒരു വർഷം നോമ്പെടുത്തതുപോലെയാണ്. മൻസാമ സലാസത അയ്യാമിൻ മിൻ കുല്ലി ശഹ്റിൻ ഫദാലിക സൗമുദ് ദഹ്രി. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ ഫൽയൗമു ബിഅശ്റതി അയ്യാമിൻ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തി ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം 10 ഇരട്ടിയാണെന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പം ഒരു ദിവസം എന്ന് പറയുന്നത് 10 ദിവസത്തിന് തുല്യമാണ്. അപ്പൊ 3 ദിവസം എന്ന് പറയുന്നത് 30 ദിവസത്തിന് തുല്യമാണ്. അപ്പൊ എല്ലാ മാസവും നോമ്പെടുത്തതുപോലെയാണ്. തിർമിദി റിപ്പോർട്ട് ചെയ്ത് അൽബാനി സ്വഹീഹാക്കിയ ഹദീസാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 3 ദിവസം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 13, 14, 15. ഓക്കെ, അതിനും ഹദീസ് ഉണ്ട്. യഅ്മുറു അൻ നസൂമ അൽ ബീദ 13 و14 و15 ഖാല ഹുന്ന കഹയതി ദഹർ. ഓക്കെ, അപ്പം 3 ദിവസം എല്ലാ മാസവും നോമ്പെടുക്കുക എന്ന് പറയുന്നത് ഒരു കൊല്ലം നോമ്പെടുക്കുന്നത് പോലെയാണ്. അത് ഏതൊക്കെ ദിവസം? ഓരോ മാസത്തിലെയും 13, 14, 15. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 എന്ന് പറയുന്നത് ഒരു മാസത്തിന്റെ ആദ്യത്തിലോ അവസാനത്തിലോ ഒക്കെ എടുത്തതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ തിങ്കൾ വ്യാഴം എടുക്കുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ ഹൈർ. അപ്പം അതെടുക്കുന്നവർ ഇത് ഒഴിവാക്കുകയാണെങ്കിലും ഓക്കെയാണ്. ഇനി അതും കൂടെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹൈർ. പക്ഷേ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത്, അതുകൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട മാറ്റം എന്താണെന്നുള്ളത് മനസ്സിൽ വെക്കാം. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച വഹർ ഓഫ് ദി ചെസ്റ്റ്, അതായത് ഹൃദയത്തിന്റെ വഹർ നീക്കം ചെയ്യും ഈ നോമ്പ് കൊണ്ടെന്ന് പറഞ്ഞു, അല്ലെ? അപ്പം നമ്മൾ ഈ ഇങ്ങനെ റംസാനിൽ ഓരോ ദിവസവും ഇങ്ങനെ നോമ്പെടുത്ത് പോവുകയും അതേപോലെ റംസാൻ കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ 3 ദിവസം നോമ്പെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഹൃദയത്തിന്റെ വഹർ മാറ്റുക എന്ന് പറയുന്നത്. വഹറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ ഈ പല്ലിനെ പോലെയുള്ള ഒരു ചെറിയ മൃഗം, എന്തെങ്കിലും ഒരു ജന്തു, ഒരു ജീവി, അത് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുക, നിലത്ത് ഗ്രൗണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ മതിലിന്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ജീവിക്കാണ് വഹറ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വഹറനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഹൃദയമായിട്ട് ഇങ്ങനെ ഒരു ഗമ്മ്, അല്ലെ, ബബിൾ ഗം ഒക്കെ ഒട്ടിച്ച പോലെ നമ്മൾ ഹൃദയമായിട്ട് ഒട്ടി നിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇടക്കിടക്ക് വന്നു പോണേ നിഫാഖ്, വെറുപ്പ്, വിദ്വേഷം, പലതരത്തിലുള്ള രോഗങ്ങൾ, അല്ലെ, അസൂയ, ശൈത്താന്റെ വസ്വസ്, ചതി പോലെയുള്ള പല കാര്യങ്ങളും ഹൃദയത്തിലേക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അറിയാൻ നോക്കിയാലും പോകില്ല. അപ്പം വഹറ എന്ന് പറയുന്ന ആ ഒരു ജന്തു ആയിട്ട് വഹറ സ്വദർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പം ഹൃദയത്തിന് ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസ് കാരണം ഹൃദയം വളരെ മോശപ്പെടുത്തതാവാനുള്ള ആ ഒരു സാധ്യതനെ അവിടെ കാണിക്കുകയാണ്. മാത്രമല്ല, ഇങ്ങനെയുള്ള അശുദ്ധികൾ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്റ്റബേൺ ആണ്, പോവേയില്ല. നമ്മൾ ഈ പാത്രമൊക്കെ അടിയിൽ കരിഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ എത്ര വരച്ചാലും പോകില്ലല്ലോ, അതങ്ങനെ പിടിച്ചു നിൽക്കൂലേ? അതുപോലെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഈ തരത്തിലുള്ള കറ അമർത്തി അങ്ങനെ അള്ളി പിടിച്ചിരുന്നാൽ അത് പോവുകയില്ല. എന്തുകൊണ്ടാണ് ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ട് നിൽക്കുന്നത്? കാരണം നമ്മളെ ഹൃദയം
ഈ ലോകവും അതിലെ അട്രാക്ഷൻസുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയതുകൊണ്ടാ അല്ലെ? എന്തിനാ നിഫാഖ് വരുന്നത്? ഈ ലോകമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കൂടുന്നതുകൊണ്ടോ? എന്തിനാ വെറുപ്പ് വരുന്നത് മനുഷ്യന്മാരുടെ അടുത്ത്? ഈ ലോകമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കൂടുന്നുണ്ടോ? അല്ലെ, പരലോകത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ വെറുപ്പ് വരും, നമുക്ക് അസൂയ വരും. ഈവൻ വസ്വസ്, ശൈത്താന്റെ വസ്വസിലും നമ്മൾ പെട്ടുപോകും. പക്ഷെ നമുക്ക് ഒരു പരിധി കൂടുതൽ പരലോകത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈമാൻ ഇനിയും സ്ട്രോങ് ആവാനുണ്ട്. ഓക്കെ, അത് ഒരു റിയാലിറ്റിയാണ്, അക്സെപ്റ്റ് ചെയ്തേ മതിയാവും ആ റിയാലിറ്റി. ഓക്കെ, അതെന്തോ ഭീകരമായ പാതകാണെന്നോ ആരും വിചാരിക്കേണ്ട, അത് മെല്ലെ മെല്ലെ മാറുള്ളൂ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം നമുക്ക്. അപ്പം ഈ പറഞ്ഞ എന്തുകൊണ്ടാ ഈ പറഞ്ഞ അഴുക്കുകൾ നമ്മളെ ഹൃദയത്തിലേക്ക് അത്ര ടൈറ്റ് ആയിട്ട് പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഹൃദയം ഈ ലോകമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആണ്. ഈ ലോകവും അതിന്റെ പളപളപ്പുമായിട്ട് അതിന്റെ അല്ലെ, പലതും ഓരോരുത്തർക്കും ഓരോന്നാണ്, അതുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ആൻഡ് ഈ അറ്റാച്ച്മെന്റ് നമ്മളിൽ ഈ പറഞ്ഞ മത്സരവും വിദ്വേഷവും അസൂയയും ഒക്കെ നമ്മളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഈ പറഞ്ഞ രോഗങ്ങൾ ഹൃദയത്തിന് വീക്കാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അള്ളാഹിന്റെ ഹിദായത്തിനെ ഫോളോ ചെയ്യാൻ ഉള്ള നമ്മളുടെ മനസ്സിന്റെ ആ ഒരു ദൃഢനിശ്ചയത്തിൽ നിന്നൊക്കെ മെല്ലെ മെല്ലെ നമ്മളെ അത് ലൈറ്റാക്കി വീക്കൻ ചെയ്യും, നമ്മള് ശക്തി നഷ്ടപ്പെടുത്തും. അങ്ങനെ അതങ്ങനെ അള്ളാഹിന്റെ ഹിദായത്തിനെ ഫോളോ ചെയ്യാനുള്ള ശക്തി നഷ്ടപ്പെടുമ്പോൾ കൂടുതലും ഷെയ്ത്താന്റെ വസ്വസിനെ നമ്മൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങും. അത് കേട്ട് കേട്ടെന്ന് വരുമ്പോൾ നമ്മളിലെ നിഫാക്കും ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മളിലേക്ക് കടന്നു വരും. അങ്ങനെ അൾട്ടിമേറ്റ്ലി അത് സത്യത്തിനെ വെറുക്കാനും തുടങ്ങും, അല്ലെ, ഇച്ഛകളോട് കൂടുതൽ അടുക്കാനും തുടങ്ങും. പക്ഷെ നോമ്പ് ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാ നോമ്പ് ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്? നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ നമ്മുടെ ഇച്ഛകളുടെ ഇന്റൻസിറ്റി ഒന്ന് കുറയും, അല്ലെ, നമ്മളെ പലതരത്തിലുള്ള ഇച്ഛകൾ കുറയും. കാരണം നമ്മളെ നഫ്സും അല്ലെ, ഈ ഇഹലോകത്തോട് കണക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ജിസ്ം എന്ന് പറയുന്ന നമ്മുടെ ബോഡി കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോഴാണ് ഐഹികമായിട്ടുള്ള കാര്യങ്ങളോട് നമുക്ക് കൂടുതൽ ഇഷ്ടവും നമ്മളുടെ ഇച്ഛകളുടെ പിന്നാലെ പോയപ്പോഴാണ് കൂടുതൽ ശക്തി പ്രാപിക്കുക. അതിനാവശ്യത്തിനുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ കിട്ടും, അല്ലെ. അപ്പൊ അത് കുറയുമ്പോൾ ആ ഒരു ഇച്ഛന്റെ കടുപ്പവും കുറയും. എത്രത്തോളം നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണോ നമ്മുടെ നഫ്സ്, ജസ്മിന് കിട്ടേണ്ട, ശരീരത്തിന് കിട്ടേണ്ടത് എത്രത്തോളം നമുക്ക് കൊടുക്കുന്നു, എത്രത്തോളം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, എത്രത്തോളം നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ എടുക്കുന്നു, അത്രത്തോളം ആയിരിക്കും നമുക്ക് ഈ ലോകത്തിനോടുള്ള അട്രാക്ഷൻ, അതിന്റെ പ്ലഷർ, അതിന്റെ സന്തോഷങ്ങളോട്. അത്രത്തോളം ആയിരിക്കും നമുക്ക് ഇബാദത്തുകളോടുള്ള മടി, അല്ലെ. അപ്പം ഫാസ്റ്റിംഗ് നോമ്പെടുക്കുമ്പോൾ ഈ പറഞ്ഞ ആ ഒരു അമിതമായിട്ടുള്ള ആ ഒരു ആവേശം, ജിസ്മിന്റെ അമിതമായിട്ടുള്ള ഒരു സാറ്റിയേഷൻ, തൃപ്തി ഒന്നൊന്ന് അടങ്ങും. അപ്പം ഈ ലോകത്തൊന്ന് മെല്ലെ മെല്ലെ ഒന്ന് വിട്ടു തുടങ്ങും. ആ ഡിസ്റ്റൻസ് കാരണം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇൻഫ്ലുവൻസ് കുറച്ചും കൂടെ നമ്മളെ മേലേക്ക് വരും, അല്ലെ. പരലോകത്തിന്റെ അള്ളാഹുമായിട്ടുള്ള അടുപ്പം നമ്മളെ അടുത്തേക്ക് കുറച്ചും കൂടെ വരും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോമ്പ് ശരിക്കും നമുക്ക് സെൽഫ് മോണിറ്ററിങ് ആവശ്യമാണ്. കാരണം റമളാനിന് ഒരു തിന്മ ചെയ്യാന്ന് പറയുന്നത് അല്ലാത്ത സമയത്ത് തിന്മ ചെയ്യുന്നതിനേക്കാൾ ഭീകരമാണ്. സുബ്ഹാനല്ലാഹ്, അല്ലെ. അപ്പം അള്ളാഹ് കാണുന്നുണ്ട്, അല്ലെ, അത് ഭയങ്കരമായ ശിക്ഷയായിരിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ തിന്മകൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ശരിക്കും മോണിറ്റർ ചെയ്യും. അപ്പം അള്ളാന്റെ ആ ഒരു അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള, അള്ളാഹ്ക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നുള്ള ചിന്ത കുറച്ചും കൂടെ കൂടുതലായിരിക്കും റമളാനില്. അപ്പോൾ തന്നെ അള്ളാഹുമായിട്ടുള്ള ബോണ്ട് ഒന്നും കൂടെ സ്ട്രോങ്ങർ ആവും. അതുപോലെ നമ്മളെ തെറ്റായ പല കാര്യങ്ങളും, നമ്മളെ പല സ്വഭാവങ്ങളും മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങും. അങ്ങനെ ഈ ലോകവുമായിട്ടുള്ള അട്രാക്ഷനും കുറയും, പരലോകമായിട്ടുള്ള അട്രാക്ഷൻ കൂടുകയും ചെയ്യും. ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ റമളാന്റെ ക്ലീൻ ചെയ്യാനുള്ള, പോളിഷ് ചെയ്യാനുള്ള പവർ, അതായത് നമ്മളിൽ നിന്നുള്ള തിന്മകൾ, അല്ലെ, നമ്മളെ കറുത്ത പുള്ളികൾ മായ്ക്കാനുള്ള പവർ ഹൃദയത്തിൽ നിന്ന്, അത് കുറച്ചും കൂടെ സ്ട്രോങ് ആണ് റമളാനിന്, അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ അള്ളാഹുമായിട്ട് അടുക്കുന്നുണ്ട്, കൂടുതൽ തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുന്നുണ്ട്, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ഹൃദയത്തിന് ചുറ്റുമുള്ള കടുപ്പത്തിലുള്ള, നമ്മളെ ഹൃദയങ്ങളൊക്കെ കടുത്ത് കഴിഞ്ഞു, അല്ലെ, ആ കടുത്ത ലെയേഴ്സ് ഇങ്ങനെ മെല്ലെ 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 ഇളകും. കാരണം ഹൃദയത്തിന്റെ ഹാർഡ്നെസ്, കടുപ്പം എന്തുകൊണ്ടാ? ഇഹലോകവുമായിട്ടുള്ള അടുപ്പം, അതായത് അള്ളാഹുമായിട്ടുള്ള ഡിറ്റാച്ച്മെന്റ് കാരണം. അപ്പോൾ നമ്മൾ അള്ളാഹുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കുമ്പോൾ ആ ലെയറുകൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വെക്കും. അങ്ങനെ നമ്മൾ അള്ളാഹിനോട് കൂടുതൽ ക്ലോസ് ആവും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ ലോകത്തിന്റെ പളപളപ്പിൽ നിന്ന് കുറച്ചൊന്നും അങ്ങോട്ട് മാറും. അങ്ങനെ നമ്മളെ തിന്മകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ ഒരു നെഗറ്റീവ് എഫക്റ്റിൽ നിന്നും, അശ്രദ്ധ ഉണ്ടാക്കിയ നെഗറ്റീവ് എഫക്റ്റിൽ നിന്നും നമ്മൾ കൂടുതൽ രക്ഷപ്പെടും. അങ്ങനെ നമ്മളെ ഹൃദയത്തിന്റെ പല കാര്യങ്ങളെയും നോമ്പ് എന്താക്കാണ്, ട്രീറ്റ് ചെയ്യണം, അല്ലെ. ഹൃദയത്തിലെ പല അഴുക്കുകളെയും കണ്ടാമിനേഷൻസിനെയും അത് എല്ലാത്തിനെയും റിമൂവ് ചെയ്യാണ്. എത്രത്തോളം അത് സ്ട്രോങ് ആയിട്ട് നമ്മളൊക്കെ ഹൃദയത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇത് അത് മനസ്സിലാക്കേണ്ട ഏറ്റവും ബെസ്റ്റ് അവസ്ഥയാണ്. നമ്മൾ റമളാനിലേക്ക് കടക്കാൻ പോവാണ്, നമുക്കറിയാം നമ്മളെയൊക്കെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും.
കഴിഞ്ഞ റംസാൻ തുടങ്ങി ഈ റംസാനിലേക്ക് വന്ന് നിൽക്കുമ്പോൾ പലതും അല്ലെ അന്ന് നമ്മൾ ക്ലീൻ ആക്കി പലതും ഇപ്പൊ അതിനിടക്കൊന്നും നമ്മൾ വേണ്ട രീതിയിൽ ഹൃദയത്തിന് ശ്രദ്ധ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാത്തത് കൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പല്ലീനെ പോലെ അല്ലെ വഹറ എന്ന് പറഞ്ഞ ജന്തുവിനെ പോലെ അങ്ങനെ അമർത്തി പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ആണെങ്കിലും റമളാനിന് അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ ഈ ഒരു മരുന്ന് സ്ഥിരമായിട്ട് റംസാൻ നമ്മളെ ഹൃദയത്തിന് കൊടുത്തോണ്ടേയിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ മാസവും നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കൊടുത്തോണ്ടേയിരിക്കുമ്പം ഹൃദയത്തിന്റെ സോഫ്റ്റ്നെസ് നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ എല്ലാ മാസവും വ്യാഴവും തിങ്കളും അതിന്റെ പുറമെ അയ്യാമൽ ബീദും എടുത്തിട്ടും നമ്മളെ ഹൃദയം സോഫ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ അത് ഹൃദയത്തിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിന് ആ നോമ്പുകൾക്കൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. നമ്മളെ നമസ്കാരങ്ങൾ പോലെ തന്നെ നമ്മളത് ചെയ്ത് തീർക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പ്രതിഫലം മാത്രം വിചാരിച്ചിട്ടില്ലേ. എന്ത് പ്രതിഫലത്തിനും ഇവിടെ ഭൂമിയിൽ ഇപ്പം വരുത്താൻ പറ്റുന്ന ഒരു ചേഞ്ച് ഉണ്ട്. അതിൽ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ്. ഇത് ശരിക്കും കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താലുണ്ടല്ലോ നമ്മളെ ഹൃദയം സോഫ്റ്റ് ആവുകയും ചെയ്യും. റംസാനിന് അത് ഫുൾ സോഫ്റ്റ് ആവുകയും ചെയ്യും. റംസാൻ കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. സുബ്ഹാനല്ലാഹ്. ഈ ക്ലാസ് എല്ലാവരും റംസാൻ കഴിഞ്ഞാൽ ഒന്നും കൂടെ എടുത്ത് കേൾക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഞാൻ ഉൾപ്പെടെ. അങ്ങനെ നമ്മളുടെ ഹൃദയം എന്താക്കും, അങ്ങനെ ഇങ്ങനെ വികസിക്കും, വിശാലമാവാൻ തുടങ്ങും. ഏതവസ്ഥയിലേക്ക്? ഇൻഷിറാഹ് എന്ന് പറയുന്ന മൂസ അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് ചോദിക്കുന്നുണ്ടല്ലേ, റബ്ബി ഇശ്റഹ് ലീ സ്വദരി, എന്റെ ഹൃദയത്തിലെ നീ വിശാലമാക്കുക. ആ ഇൻഷിറാഹ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയം എത്തും. അള്ളാഹ് എല്ലാ ടിപ്സും ട്രിക്സും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നമ്മൾ ഉപയോഗിക്കാഞ്ഞിട്ടാ. സുബ്ഹാനല്ലാഹ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് കൊടുത്ത ഒരു കാര്യം ഉണ്ടല്ലേ, അലം നശ്റഹ് ലക സദ്റക്, നിന്റെ ഹൃദയത്തിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ടില്ലേ. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ആ ഒരവസ്ഥയിലെത്തുമ്പം നമ്മുടെ ഹൃദയം വളരെ ഈസി ആയിരിക്കും. ഹൃദയത്തിന് എന്തിന്? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അള്ളാഹ് വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കല് ഭയങ്കര ഈസി ആയി മാറും ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ ഹൃദയം എത്തിക്കഴിഞ്ഞാൽ. അങ്ങനെ സുബ്ഹാനല്ലാഹ്, റമളാനിൽ മുഴുവനും ആ മരുന്ന് കൊടുക്കുമ്പോൾ അല്ലെ നമ്മളുടെ എല്ലാ രോഗങ്ങളും നമ്മളെ ഹൃദയത്തിനോട് ഇങ്ങനെ അള്ളി പിടിച്ച് നിൽക്കുന്ന പല്ലീനെ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പറിച്ചങ്ങോട്ട് കളഞ്ഞിട്ട് അവസാനം ആകുമ്പോഴേക്ക് ഭയങ്കര തത്മയിന്നായിട്ടുള്ള അല്ലെ ശാന്തിയും സമാധാനവും. ശരിക്കും അങ്ങനെയല്ലേ ലൈലത്തുൽ ഖദ്റൊക്കെ കൊണ്ട് കഴിയുമ്പോഴേക്കും നമ്മളെയൊക്കെ ഹൃദയത്തിന്റെ ഒരു അവസ്ഥ എന്താ സുബ്ഹാനല്ലാഹ്, പൂതിയാവുന്നല്ലേ. എന്തൊരു സുഖവും എന്തൊരു ശാന്തിയും എന്ത് സോഫ്റ്റ് ആയിരിക്കും നമ്മളെ ഹൃദയം. അപ്പൊ ഈ മരുന്ന് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മളെ ഹൃദയത്തിനെ അങ്ങനെ ആക്കി മാറ്റാൻ പറ്റും. പക്ഷെ പിറ്റേന്ന് തന്നെ വരും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു, പോസ്റ്റ് റംസാൻ കഴിയുമ്പോൾ ഒരു പരീക്ഷണം കൊണ്ട് വരും. പക്ഷെ നമ്മൾ ഈ സ്ട്രെങ്ത് നമ്മൾ എത്രത്തോളം ഉണ്ടാക്കിയോ, ഓരോ ദിവസവും ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നതിന്റെ പുറമെ നമ്മളെ മുമ്പിലേക്ക് അള്ളാഹു ക്ഷമയ്ക്ക് കൊണ്ടുവന്ന ഓരോ പരീക്ഷണങ്ങളിലും എത്രത്തോളം നമ്മൾ ഫൈറ്റ് ചെയ്ത് വിജയിച്ചോ അതിനനുസരിച്ചായിരിക്കും റമളാനിന് പുറത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ഇബ്ലീസ് വീണ്ടും കൊണ്ടുവരുന്ന ഷർറിൽ നിന്നുള്ള സംരക്ഷണം. പകരം നമ്മൾ ഈ ഭക്ഷണം വെള്ളം ഒഴിവാക്കലും ജസ്റ്റ് പ്രതിഫലത്തിന് വേണ്ടിയിട്ടുള്ള ഇബാദത്ത് വർദ്ധിപ്പിക്കലും ആവുന്നത് കൊണ്ടാണ്, അതായത് ഇതിന്റെ മെയിൻ അജണ്ട ആയിട്ടുള്ള ഹൃദയത്തിനെ ശുദ്ധീകരിക്കുക എന്നുള്ള, ഹൃദയത്തിന്റെ മേലുള്ള കറകളെ നീക്കുക എന്നുള്ള സംഭവത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് റംസാൻ കഴിയുമ്പോൾ വീണ്ടും ശങ്കരൻ തെങ്ങിൽ തന്നെ കയറുന്നതും വീണ്ടും ആ 11 മാസം കഴിയുമ്പോൾ ഇതേ അവസ്ഥയിലേക്ക് ഹൃദയം എത്തുന്നതും. അപ്പം ഫാസ്റ്റിങ്ങിലൂടെ അല്ലെ ഹൃദയത്തിന് റീഫോം ചെയ്യുമ്പോൾ അത് നമ്മളെ ശരീരത്തിനെയും കൂടുതൽ ശ്രേഷ്ഠമാകും. ഓക്കെ, ശരീരത്തിനെ കൂടുതൽ ശ്രേഷ്ഠമാക്കുമ്പോൾ അതിന്റെ സ്വഭാവത്തിലും അതിന്റെ ചോയ്സിലും ഒക്കെ മാറ്റങ്ങൾ വരും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിനകത്ത് ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത അൽബാനി സ്വഹീഹാക്കിയ ഒരു ഹദീസിനകത്ത് ഇതേ കാര്യം പറയുന്നുണ്ട്. അതായത് നോമ്പെന്ന് പറയുന്നത് ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും മാറി നിൽക്കലല്ല, പകരം അത് മോശപ്പെട്ട ഒബ്സീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ, മോശപ്പെട്ട യാതൊരു പ്രയോജനവും ഇല്ലാത്ത സംസാരങ്ങളിൽ നിന്ന് പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കലാണ്. നിങ്ങൾ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇന്നി സായിമ എന്ന് പറയാൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറയാൻ. അപ്പൊ നമ്മളെ നോമ്പെടുക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, ഞാൻ നോമ്പുകാരനാണ്. അതുപോലെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുക അല്ലെ. ഇത് കോപത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു തന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നോമ്പിന് ഓരോ ദിവസവും ടെസ്റ്റുകൾ വരും.
ഈവൻ നമ്മളൊക്കെ ലൈഫിൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടെസ്റ്റുകൾ വന്നതും മിക്കവാറും റമളാനായിരിക്കും. ആ നോമ്പിനാണ് അല്ലെ, ഓരോരുത്തരും പറയുന്നത് കേൾക്കാം, പല പല വലിയ വലിയ പ്രശ്നങ്ങളും ചിലപ്പോൾ നോമ്പിനായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്തിനാ? നമ്മൾ അടങ്ങാറാക്കാനാണോ? അല്ല. ഞാൻ എപ്പോഴും പറയാറുള്ള എക്സാമ്പിൾ ഉണ്ട് അല്ലെ, IAS എക്സാമിന്റെ അത് എഴുതാൻ പറ്റാർക്ക, അത് കഴിവുള്ളവർക്ക്. അത് പാസ്സാവാൻ പറ്റാർക്ക, അതിന് യോഗ്യത ഉള്ളവർക്ക് അല്ലെ. അപ്പം അള്ളാഹ് നമുക്ക് അതിനുള്ള കഴിവുള്ളത് കൊണ്ടായിരിക്കും ഏറ്റവും വലിയ ടെസ്റ്റുകളൊക്കെ റംസാനെ കൊണ്ടുതന്നത്. പക്ഷെ നമ്മൾ യോഗ്യത നേടിയോ? ഇല്ല അല്ലെ. അപ്പം ജീവിതത്തിലെ വലിയ വലിയ ടെസ്റ്റുകളും റംസാനിനാണ് വരാറ്. അതേപോലെ റംസാന്റെ ഓരോ ദിവസവും, നോമ്പെടുക്കുന്ന ഓരോ ദിവസവും നമുക്ക് പരീക്ഷണങ്ങൾ വരും. ഞാൻ പറഞ്ഞല്ലോ, റൂം അടച്ചിട്ടിട്ട് റൂമിന്റെ അകത്ത് സുബഹി മുതൽ മഗ്‌രിബ് വരെ ഇരുന്നാലും ഒരു ഫോൺ കോൾ ആയിട്ട് വരും ടെസ്റ്റ്, പരദൂഷണമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്ക് ജനറലി അറിയാം നോമ്പിന്റെ നാവ് കൺട്രോൾ ചെയ്യണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ, പക്ഷെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അത്ര ഇത് ചിന്തിക്കാറില്ല. ഓക്കെ. അപ്പം ഈ റംസാനിന് ഇതുവരെ ഒരു പക്ഷെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യാൻ പറയണം. ഓരോ ദിവസവും ചിലപ്പോൾ നിങ്ങൾക്ക് റംസാൻ ട്രാക്കറൊക്കെ ഉണ്ടാവില്ലേ, എനിക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്താണ് നിസ്കാരം കറക്റ്റ് ചെയ്യുന്നത്, സുന്നത്ത് ആക്കുന്നത്, എന്താണ് ഖുർആൻ അങ്ങനെ ഓതുന്നത്, മറ്റേത് അങ്ങനെ ചെയ്യുന്നത്, ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ടിക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഈ റംസാനിന് അതിന്റെ കൂടെ എക്സ്ട്രാ, അത് ചെയ്യാറുള്ളവർക്കാണെങ്കിൽ അതിന്റെ കൂടെ എക്സ്ട്രാ, ചെയ്യാറില്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതാം ഓരോ ദിവസവും. ഇന്നത്തെ എന്റെ ക്ഷമയുടെ ടെസ്റ്റ് എന്തായിരുന്നു? ഓക്കെ. ഓരോരുത്തർക്കും വരും അത്. അത് ചിലപ്പോൾ മക്കളിലൂടെ ആയിരിക്കാം, സഹോദരങ്ങളിലൂടെ ആയിരിക്കാം, സുഹൃത്തുക്കളിലൂടെ ആയിരിക്കാം, ഇനി ഈവൻ ദീനിന്റെ സർക്കിളിൽ നിന്നാവാം. ഓക്കെ. എന്നിട്ട് അതിന്റെ ആ ടെസ്റ്റിന്റെ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? കാരണം ആ ടെസ്റ്റിൽ നമ്മൾ എങ്ങനെ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, എങ്ങനെ പേഷ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, അങ്ങനെ അത്രയാണ് നമ്മളെ ഹൃദയത്തിന്റെ മേലിതാ ഈ കഴിഞ്ഞ 11 മാസം അള്ളി പിടിച്ച സാധനങ്ങളൊക്കെ പോവുള്ളൂ. അപ്പോഴേ ഹൃദയം അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ട് അല്ലെ ഷവ്വാലിലേക്ക് പോവുള്ളൂ. അപ്പോഴേ നമുക്ക് മുന്നോട്ട് അതുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഷവ്വാലിലെ ഇബ്ലീസിന്റെ അറ്റാക്കിൽ നമ്മൾ പെട്ടു, നമ്മൾ ഇതുവരെ പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം എഴുതി വെക്കുക ഓരോ ദിവസവും. അതായത് ഇന്ന് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കഴിക്കുന്നതും മാത്രമല്ല നമ്മളെ ടെസ്റ്റ്, വെള്ളം ഒഴിവാക്കുന്നതല്ല ടെസ്റ്റ്. ഇതല്ലാതെ ക്ഷമയുടെ എന്ത് പരീക്ഷണമാണ് എനിക്ക് വന്നത്, എന്റെ റിയാക്ഷൻ എന്താണ്? അപ്പൊ നമ്മള് എന്ത് ചെയ്യും, അത് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അവെയർ ആക്കും, കുറച്ചും കൂടെ നാളത്തെ ദിവസം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. എന്തില്ല, കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കും പിറ്റേത്തെ ദിവസം. ഓക്കെ. നമ്മൾ റംസാനും അല്ല ഉംറക്കും ഹജ്ജിനും പറഞ്ഞതുപോലെ നമ്മൾ അവിടുത്തെ ഫിഖി കാര്യങ്ങളിലൊക്കെ നമ്മൾ എക്സ്പേർട്സ് ആയിപ്പം. ഓരോ റംസാനിലും ഓരോ ഉംറയുടെ ക്ലാസ് കേൾക്കുമ്പോൾ, ഓരോ ഹജ്ജിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ അവിടെ ചെന്നിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ അവിടെ കാണാത്തവർക്ക് പോലും പച്ചവെള്ളം പോലെ ഇപ്പൊ പറയാൻ പറ്റും. പക്ഷെ തഖ്വ എന്ന് പറഞ്ഞ സാധനം അല്ലെ, ആ ഒരു വിഭവം നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയാൻ വേണമെങ്കിൽ നമ്മൾ അത് ശരിക്കും ശ്രദ്ധിച്ച് എഴുതി വെച്ച് എങ്ങനെയാ റിയാക്ട് ചെയ്ത്, കുഴപ്പമില്ല മോശമായിട്ട് റിയാക്ട് ചെയ്താലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ വലിയൊരു മാറ്റമാണ്. എന്നിട്ട് മോശമായിട്ട് റിയാക്ട് ചെയ്തതാണെങ്കിൽ ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, പിറ്റേത്തെ ദിവസം കൂടുതൽ മെച്ചപ്പെടുത്താൻ നോക്കുക. ഓക്കെ. യെസ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പോയിക്കോട്ടെ, ഖിറാഅത്തുകൾ വർദ്ധിപ്പിക്കുക, നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, എല്ലാം നിങ്ങൾ ചെയ്തോ. പക്ഷെ അതിന്റെ കൂടെ ഈ പ്രാവശ്യം എക്സ്ട്രാ ആയിട്ട് ഓരോ ദിവസത്തെയും നമ്മളുടെ ടെസ്റ്റ് നമ്മൾ ട്രാക്ക് ചെയ്യണം, അതിന്റെ നമ്മളെ റിയാക്ഷൻ നമ്മൾ ട്രാക്ക് ചെയ്യണം. മോശമാണ് റിയാക്ഷൻ എങ്കിൽ തൗബ ചെയ്ത് മടങ്ങണം. ആളുകളടുത്ത് സോറി പറയേണ്ട കേസാണെങ്കിൽ അത് ചെയ്യണം. അപ്പൊ നമ്മൾ കൂടുതൽ അവെയർ ആവും. ഓക്കെ. കൂടുതൽ തസ്കിയ നമുക്ക് നമ്മുടെ ഹൃദയത്തിന് ചെയ്യാൻ പറ്റും, കൂടുതൽ പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ആൻഡ് സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെയും നമുക്ക് ടൂള് നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നോമ്പല്ലാത്ത ഒരു സമയത്ത് ഒരു പക്ഷെ ആരെങ്കിലും ഒരു പരദൂഷണമായിട്ട് വരാന്ന് വെച്ചാൽ, ചിലപ്പം പരദൂഷണം അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമായിരിക്കാം, അവർക്ക് ഇങ്ങനെയാണ്, അവരെന്നോട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പറയുന്നത്. അപ്പൊ ചില സമയത്തെങ്കിലും നമുക്ക് പ്രശ്നം പാവല്ലേ, എന്നോടല്ലാതെ വേറെ ആരോടെ ഇവർക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ കേട്ടു കൊടുക്കാറുണ്ട്. പക്ഷെ നോമ്പിന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇന്നി സായിമുൻ അല്ലെ, അത് പറയാനുള്ള. പക്ഷെ നമുക്കത് പറയാൻ തോന്നൂല. അപ്പൊ പക്ഷെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ചെയ്തോളാൻ. അവർക്കും അവരുടെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുന്നത് നമ്മളാണോ? അല്ല, അള്ളയാണ് അല്ലെ. അവരുടെ പ്രശ്നത്തിന് അള്ളാഹ് പരിഹാരം കൊടുത്തോളും. അപ്പൊ അത് ശരിക്കും വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പല ഇബാദത്തുകളിലും ഏറ്റവും വലിയ തസ്കിയ ഇഫക്റ്റ്, ഏറ്റവും വലിയ ശുദ്ധിയാക്കുന്ന പ്യൂരിഫിക്കേഷന്റെ ഇഫക്റ്റ് നമുക്ക് കിട്ടുന്നത് നമ്മളുടെ ഫർദായ ഇബാദത്തുകൾ, എസ്പെഷ്യലി ആ ഫർദുകൾ നമ്മളുടെ ഇസ്ലാം കാര്യങ്ങളിൽ പെടുന്ന, അതായത് ഫർദായ നമസ്കാരം, ഫർദായ നോമ്പ്, സക്കാത്ത് പോലെയുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും വലിയ തസ്കിയ കിടക്കുന്നത്.
പക്ഷെ അതൊന്നും നമ്മൾ പ്രോപ്പറായിട്ടല്ല ചെയ്യുന്നത്. പ്രോപ്പറായിട്ടല്ല ചെയ്യുന്നത് ഇൻ ദ സെൻസ് കറക്റ്റ് സുന്നത്തും എന്താണ് ഫിഖൊക്കെ അനുസരിച്ചൊക്കെ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ശരിയായ ഇന്റൻഷനിലേക്ക്, ശരിയായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുമില്ല, എത്തുന്നുമില്ല. ഓക്കെ, അപ്പം അതൊക്കെ ശരിക്കും കറക്റ്റ് ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് രക്ഷപ്പെടുത്താനുള്ള പവർ ഇതിന് ഓരോന്നിനും ഉണ്ട്. ഫർദായ നമസ്കാരങ്ങൾക്കും ഫർദായ നോമ്പുകൾക്കും ഉണ്ട്. ഓരോ മുസ്ലിമിനെയും ഷെയ്ത്താനിൽ നിന്ന് ശരിക്കും രക്ഷപ്പെടുത്താനുള്ള പവർ അതിനുണ്ട്. ആ പവർ നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഞാനും നിങ്ങളും നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റംസാൻ കഴിയുമ്പോൾ നമ്മൾ കൈവിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഈ 11 മാസം കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്നെ അന്നിന് കൊള്ളൂലല്ലോ, ഇത്രയും ശ്രമിച്ചിട്ട് എനിക്കൊന്നും ആയില്ലല്ലോ എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവില്ലായിരുന്നു. കാരണം അള്ളാഹ് തരുന്ന പ്രോമിസ് അല്ലേ, അള്ളാഹ് തരുന്ന പ്രോമിസ് അല്ലേ, അത് തെറ്റൂലല്ലോ. അള്ളാഹല്ലേ പറഞ്ഞ തഖ്വ വരും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളത് പ്രോപ്പറായിട്ട് അതിനെ നെയ്യത്ത് മനസ്സിൽ വെച്ചിട്ട് അതിനെ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ ഇപ്പോഴത്തെ തസ്കിയക്ക് വേണ്ടി, ഹൃദയം ശുദ്ധിയാക്കാൻ വേണ്ടി ഇപ്പൊ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡും ഫൊർഗിവ്നെസ്സും കുറെ അങ്ങോട്ട് അധികരിപ്പിക്കാന്നുള്ള സംഭവങ്ങളൊക്കെ പല പല പേരുകളിൽ നാട്ടിൽ ഓടുന്നുണ്ട്. ശരിക്കും അതിനൊന്നും ആവശ്യം നമുക്കില്ല. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡും ഫൊർഗിവ്നെസ്സും നമ്മളെ ഫർളായ ഇബാദത്തുകളുടെ ഭാഗമാണ്. അതിനെ വേറെ തന്നെ പുറത്തേക്ക് എടുത്തിട്ട് ഒരു എക്സ്ട്രാ പ്രൊപ്പോർഷനിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇസ്ലാമിക് ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ, ഹൃദയത്തിനെ ശുദ്ധിയാക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല. നമ്മളെ പ്രോപ്പർ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫർദായിട്ടുള്ള ഇബാദത്തുകൾ, അതായത് പില്ലേഴ്സ് ആയിട്ടുള്ള, അതായത് ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഇബാദത്തുകൾ വൃത്തിക്ക് ചെയ്താൽ തന്നെ ശരിക്കും ഓരോ നഫ്സിനും അതിനെ ശുദ്ധിയാക്കാനും ഷെയ്ത്താന്റെ വസ്വസിൽ നിന്ന് രക്ഷപ്പെടുത്താനും അത് മാത്രം മതി. പക്ഷെ നമ്മൾ കൂടുതൽ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത്, ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ച്, ഓരോ ദിവസവും ഓരോ വക്തും സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ചെയ്യാൻ നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. കാരണം ശ്രമിക്കുമ്പോൾ അള്ളാഹ് തരുന്ന ഒരു എന്താ പറയാ ഒരു പ്രതിഫലം കൂടിയാണ് അത് ശരിയാക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം അള്ളാഹു നമ്മളെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം അള്ളാഹു നമ്മൾ അതിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ഹൃദയത്തിനെ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ ക്ലാസ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും പിന്നീട് കേൾക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ് ഹൃദയത്തിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെ. വസ്വസിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്, കറുത്ത പുള്ളികൾ മായ്ക്കുക എന്നുള്ളത്. അപ്പം അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ നമസ്കാരങ്ങളും നോമ്പുകളും ഫർദായത് മാത്രമെങ്കിലും ഓക്കെ ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. തുടർന്ന് സുന്നത്തുകളും അതുപോലെ അടുത്ത മാസങ്ങളിൽ വരുന്ന ഏറ്റവും ചുരുങ്ങിയത് മാസത്തിലെ 3 നോമ്പുകളും വളരെയധികം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുക. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ശ്രമിക്കുക. ഓക്കെ, കാരണം അത് ബെറ്റർ ആവണം എന്നുണ്ടെങ്കിൽ, ബെസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈമാൻ കൂടുതൽ മെച്ചപ്പെടുക തന്നെ വേണം. ഓക്കെ, നമസ്കാരം ബെറ്റർ ആവണമെങ്കിൽ അത് നമ്മൾക്ക് ഉള്ളിൽ നിന്ന് ആ ഒരു സംഭവം, അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യത്തെ 13 വർഷം ഈമാന്റെ ടെസ്റ്റ് ആയിരുന്നു. അതിനുശേഷമാണ് നമസ്കാരം ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. അവരുടെ ഈമാൻ അത്രയും സ്ട്രോങ് ആക്കിയിട്ട്, അല്ലെ. നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നുള്ളൂ എന്ന് പറയാൻ നമുക്കൊരു വകുപ്പില്ല. നമ്മളെ മേൽ അതൊരു ബാധ്യതയാണ്. ഈ ഉമ്മത്തിന്റെ മേലെ നമസ്കാരം ബാധ്യതയാണ്, അല്ലെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുക, സൈഡിൽ കൂടെ ഈമാന്റെ മേലെ വർക്ക് ചെയ്യുക, ഈമാൻ ബെറ്റർ ആക്കാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് സമയം എടുക്കുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഓരോ നിമിഷവും, ഓരോ വക്തും, ഓരോ നോമ്പും നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മളെ കൊണ്ട് കഴിവിന്റെ ബെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈമാൻ എപ്പോഴാണ് ബെറ്റർ ആവുക, അതിനുവേണ്ടിയ നോളജ് നമ്മൾ ഇൽമ തേടുക, ഇൽമിനെ അമലാക്കുക. അതിന്റെ കൂടെ എക്സ്പീരിയൻസ് അള്ളാഹ് തരും. ഓരോരുത്തർക്കും ഈമാന്റെ ടെസ്റ്റുകൾ തന്നുകൊണ്ടേയിരിക്കും. അത് ഓരോ ടെസ്റ്റുകളും നമ്മൾ പാസ്സാവുന്നതിനനുസരിച്ച് നമ്മുടെ ഈമാൻ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആവും. അത് നമ്മുടെ ഇബാദത്തുകളിലും നമസ്കാരങ്ങളിലും നോമ്പുകളിലൊക്കെ റിഫ്ലക്ട് ചെയ്യാനും തുടങ്ങും. അതിന്റെ കൂടെ ദാവയും ചെയ്യുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കൊക്കെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാൻ സ്ട്രോങ് ആക്കിയ വർഷങ്ങളിൽ അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ചെയ്തത് എന്താ, ദഅവയല്ലേ. ഏറ്റവും കൂടുതൽ ചെയ്തത് ദഅവയാ. നോമ്പും നിസ്കാരവും സക്കാത്തും ഒന്നുമല്ല ആദ്യത്തെ 13 വർഷം ചെയ്തത്. എല്ലാ ടെസ്റ്റുകളും ദഅവയിൽ നിന്നായിരുന്നു വന്നത്, അല്ലെ. ഈമാൻ സ്ട്രോങ് ആക്കിയത് ദഅവയിലൂടെയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ദഅവ ചെയ്യാന്ന് വിചാരിക്കുന്ന ആളുകളോട് ഒരു അവസാനത്തെ ഒരു വാക്ക് ഞാൻ പറയാണ്, എല്ലാം കഴിഞ്ഞിട്ടല്ല ദഅവ ചെയ്യാം. ഓക്കെ, അങ്ങനെ ആയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം അല്ലെ ഖുർആനൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടായിരുന്നു ദഅവത്ത് ഇറങ്ങേണ്ടിയിരുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് എത്തിയ അറിവുകൾ നിങ്ങൾ ജീവിതം കൊണ്ടും സംസാരം കൊണ്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പം നിങ്ങൾക്ക്
വരാനുള്ള പരീക്ഷണങ്ങളുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുമ്പം ഈമാനിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ ഈമാന്റെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് മാർക്ക് വാങ്ങിയത് കൊണ്ട് ഈമാൻ ബെറ്റർ ആവൂല. ഈമാൻ ബെറ്റർ ആവാത്തിടത്തോളം കാലം നമസ്കാരം കുറത്തായിനാവൂല, നമസ്കാരം ബെറ്റർ ആവൂല, ഹൃദയത്തിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവൂല, ഈവൻ മറ്റ് ഇബാദത്തുകൾ നോക്കുമ്പോൾ ഒന്നും ബെറ്റർ ആവൂല. അപ്പം ഈമാൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ദഅവ ചെയ്തുകൊണ്ടിരിക്കുക, അതിലുള്ള പരീക്ഷണങ്ങളെ തരണം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഇതൊരു ലോങ് ടേം പ്രോസസ് ആട്ടോ. ഇതൊന്നും ഈ പറഞ്ഞ പോലെ ഞാൻ 5 കൊല്ലം പഠിച്ചിട്ട് 10 കൊല്ലം പ്രാക്ടീസ് ചെയ്തിട്ട് 15ാമത്തെ കൊല്ലം ദഅവ ചെയ്യാന്നൊന്നും വിചാരിച്ചാൽ നടക്കുന്ന കാര്യം. ഇതെല്ലാം ഹാൻഡ് ഇൻ ഹാൻഡ് പോകേണ്ട കാര്യങ്ങളാണ്. ആൻഡ് വേറൊരു കാര്യം, ഈ ഒരു ഫീൽഡിൽ ഇപ്പൊ നമസ്കാരമൊക്കെ കുറേ ശ്രമിച്ചിട്ടും നന്നായില്ല എന്ന് തോന്നുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അവിടെ 2 രീതിയിലാണ് ഈ ഒരു ഏരിയയിൽ ഇബ്ലീസ് വർക്ക് ചെയ്യുക. ഒന്ന്, ഫീലിംഗ് പെർഫെക്റ്റ്, എന്റെ നമസ്കാരമൊക്കെ ഞാൻ എല്ലാം സ്കിക്കുണ്ട് അല്ലെ, എല്ലാ ഫർളും സുന്നത്തും ഒക്കെ എടുക്കുന്നുണ്ട്, എല്ലാം അടിപൊളിയാണെന്നുള്ള ആ ഒരു ചിന്ത. അങ്ങനെയുള്ളവർക്ക് മാറാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെന്ന് തോന്നൂല. അവർ ജീവിതകാലം മുഴുവനും ഒരേപോലെ കണ്ടിന്യൂ ചെയ്യും. എത്രയോ കൊല്ലങ്ങളായിട്ട് അവർ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പെടുക്കുന്നുണ്ടാവും, പള്ളിയിൽ പോകുന്നുണ്ടാവും, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതിനൊക്കെ ഒരു അതിന്റെ താഴെയുള്ള ഒരു ലെവലിലേക്കുള്ള ഒരു അർത്ഥം, ഒരു ആഴമുണ്ടെന്ന് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഉണ്ടാവില്ല. ആ ഇബ്ലീസ് ഇട്ട് കൊടുക്കും ഐ എം പെർഫെക്റ്റ് ചിന്ത. ഓക്കെ, അത് ഇബ്ലീസിന്റെ ഒരു ട്രാപ്പാണ്. ഇപ്പുറത്തെ ട്രാപ്പ് ഐ എം ഗുഡ് ഫോർ നത്തിങ്, എന്നെ ഒന്നിനും കൊള്ളൂല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും നന്നാവുന്നില്ല, അതുകൊണ്ട് ഇനി വേണ്ട, എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത്. ഇത് രണ്ടിലും പെട്ടുപോണ്ട. പകരം കോൺസ്റ്റന്റ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഇൽമ നേടിക്കൊണ്ടിരിക്കുക, നേടുന്ന ഇൽമ അമലാക്കിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അമലാക്കുമ്പം കിട്ടുന്ന എക്സ്പീരിയൻസിനാണ് നമ്മളെ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പഠിച്ച് ഞാൻ മാറിയിട്ട് ആ ഒരു വാക്കേ ഇനി ഒരിക്കലും ആരും ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ എന്റെ ജീവിതത്തിലും കൂടെ പഠിച്ച ഒരു കാര്യമാണ്. ഞാൻ പഠിച്ചു കഴിഞ്ഞ് മാറിക്കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നടക്കൂല. ഓക്കെ, പഠിക്കുക, മാറുമ്പോൾ വരുന്ന പരീക്ഷണങ്ങളിലൂടെ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ഇവോൾവ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അറിയാതെ നമ്മളുടെ ഈമാൻ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഈമാൻ ബെറ്റർ ആവുമ്പോൾ നമ്മളെ ഹൃദയത്തില് ഫീലിങ്സ് ഒക്കെ മാറും അല്ലെ. നമ്മൾ ലോകം എന്നുള്ളതിനേക്കാളും പരലോകം നമ്മളെ ഹൃദയത്തിൽ കയറും, അള്ളാഹ് കൂടുതലും നമ്മളെ ഹൃദയത്തിൽ കയറും. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മളെ നമസ്കാരങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഖുർആനായിട്ട് എത്തും. വർഷങ്ങളെടുക്കും. ശ്രമിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഒന്നിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, എല്ലാവർക്കും ചേർന്ന് നിന്ന് ദുആ ചെയ്ത് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അപ്പൊ ഈ 2 ട്രാപ്പിലും പെടണ്ട. ഐ എം പെർഫെക്റ്റ്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ സംഭവമാണെന്നും തോന്നണ്ട, എന്നെ കൊണ്ട് എന്ന് ചെയ്തിട്ട് ഒന്നിനും പറ്റുന്നില്ല എന്നും തോന്നണ്ട. ബിക്കോസ് ഈ ഞാനല്ല ഒന്നും ചെയ്യുന്നത്, പറ്റുന്നതും പറ്റാത്തതും എന്റെ കഴിവല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഓക്കെ, നിന്റെ സഹായം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, കണ്ടിന്യൂസ് ജിഹാദ്, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബേസിക് ആയിട്ടുള്ള ഫർളായിട്ടുള്ള ഇബാദത്തുകൾ ധാരാളമാണ് നമ്മളുടെ ഹൃദയത്തിനെ ശുദ്ധിയാക്കാൻ. അതിനെ ചെയ്യേണ്ട രീതിയിൽ, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി, ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പം ഈ ഒരു റമളാനിന് ആരോ ഇതിനിടയ്ക്ക് ഒരു മെസ്സേജ് കണ്ടു, ചെയ്യേണ്ട കാര്യങ്ങള് പ്ലാനുകൾ ഒക്കെ ഒന്ന് എഴുതി തരുമോന്നൊക്കെ. ഇപ്പം എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥകൾക്കനുസരിച്ച് നിങ്ങൾ എഴുതിക്കോളൂ. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ നോമ്പിനും ഇന്നത്തെ എന്റെ ക്ഷമയുടെ ടെസ്റ്റ് എന്തായിരുന്നു, അവിടെ ഞാൻ എന്റെ നാവിനെ കൺട്രോൾ ചെയ്തു, ഇവൻ എന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്തു, എന്റെ പ്രവർത്തികളെ കൺട്രോൾ ചെയ്തു. ഇല്ലെങ്കിൽ തൗബ ചെയ്യുക, സോറി പറയേണ്ടത് സോറി പറയുക, അത് ചെയ്യുക. നമ്മളെ മേലിൽ അതൊരു ബാധ്യത. ഭയങ്കര പ്രയാസാട്ടോ, പ്രത്യേകിച്ച് സോറി ഒക്കെ പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ. അത് നമ്മൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോണ്ടല്ലോ അവിടെ എളുപ്പം. അതും ആ ചെയ്യലും ഒരു ക്ഷമയാണ്. കാരണം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി ഒരു ക്ഷമയുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അതൊക്കെ നമ്മൾ ഈ റമളാൻ മുഴുവൻ ഇത് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്താലുണ്ടല്ലോ, നമ്മളൊക്കെ ആരാവും അറിയോ റമളാൻ കഴിയുമ്പോഴേക്ക്. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. അള്ളാഹു അങ്ങനെ ആക്കട്ടെ നമ്മളെല്ലാരെയും. ആമീൻ. അള്ളാഹു സ്വീകരിക്കുന്ന നോമ്പുകൾ നമുക്കെല്ലാവർക്കും അല്ലെ, നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള അമലുകൾ ധാരാളമായിട്ട് അധികരിപ്പിക്കുന്ന, എന്നാൽ ഹൃദയത്തിന്റെ അമലുകൾക്ക് കൂടുതൽ ഭംഗിയായിരുന്നു, കൂടുതൽ എന്താണ് ഓരോ റമളാൻ കഴിയുമ്പോഴും കൂടുതൽ മെച്ചപ്പെട്ട ആഴമുള്ള അമലുകളും ഇബാദത്തുകളും ചെയ്യുന്ന അള്ളാഹ്ക്ക് കൂടുതൽ തൃപ്തിയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ കഴിഞ്ഞ 11 മാസം കൊണ്ട് റബ്ബെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ശ്രമിച്ചെങ്കിലും ഞങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പല കറകളും ഞങ്ങൾ പോലും അറിയാതെ വന്നു പോയിട്ടുണ്ട്. പലതും ഞങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ല റബ്ബെ. ഞങ്ങളുടെ നമസ്കാരങ്ങൾ ഞങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അതികഠിനമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് റബ്ബെ. പല സ്ഥലത്തും ഞങ്ങൾ തോറ്റു പോകുന്ന റബ്ബെ. നിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഈ റമളാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും
ഏറ്റവും മെച്ചപ്പെട്ട റമദാനാക്കി മാറ്റാൻ പറ്റണേ റബ്ബെ. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശരിയായ മാറ്റമുള്ള റമദാനാക്കി മാറ്റാൻ പറ്റണേ റബ്ബെ. അങ്ങനെയുള്ള മാറ്റം റമദാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തുടരാൻ പറ്റണേ റബ്ബെ. അത് ഓരോ സമയത്തും അത് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നീ തന്ന ഡോസേജുകൾ ഉണ്ടല്ലേ, തക്വയ്ക്കുള്ള ഡോസേജുകൾ, റമദാൻ കഴിഞ്ഞിട്ടുള്ള സുന്നത്തായിട്ടുള്ള നോമ്പുകൾ, അതിലൊക്കെ ഹൃദയം കൊടുത്ത് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ നോമ്പുകളൊക്കെ എടുക്കാനും അതിൽ നിന്നൊക്കെയുള്ള യഥാർത്ഥ പ്രയോജനം ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് റബ്ബെ ഞങ്ങൾക്ക് നീ തരണേ. ഈ ഇതിന്റെ റെക്കോർഡിംഗ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞു റെക്കോർഡിംഗ് കൂടെ ഉണ്ട്, അതുകൊണ്ട് ആരും പോരുത് കേട്ടോ ഇൻഷാ അല്ലാഹ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. يا مقلب القلوب ثبت قلبي على دينك. اللهم مسرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك الرحمة إنك أنت الوهاب. اللهم جدد الإيمان في قلوبنا. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.